ഓൾ ഓഫ് യു ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് സിന്ധു. നമ്മൾക്ക് ഇങ്ങനെ ഒരു സുപ്രഭാതം കാണാൻ അനുഗ്രഹിച്ച സർവേശ്വരനോട് ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. കൂടി എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാ ലീഡേഴ്സും ഭയങ്കര സന്തോഷത്തിൽ ഇന്നൊരു ദിവസം, തിങ്കളാഴ്ച ദിവസമാണ്. നമ്മള് ഞായറിന്റെ എല്ലാ ഒരു ആലസ്യവും വിട്ട്, എന്നാലും IBGക്കാർക്ക് അല്ല ബയോട്ടോറിയംകാർക്ക് സൺഡേയും കൂടി നല്ല ഒരു പ്രവൃത്തി ദിവസമാണ്. എന്നിരുന്നാലും ഇന്ന് തിങ്കളാഴ്ചയുടെ ഒരു സുപ്രഭാതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇന്ന് തുടങ്ങേണ്ട അല്ലെങ്കിൽ ഇനി മുതല് ഇന്ന് നാളെ എന്നുള്ള ദിവസങ്ങൾ നോക്കി നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. നമ്മൾ എല്ലാവരും ഈ ബയോട്ടോറിയം ടീമിലേക്ക് വന്നിട്ട് വർഷങ്ങളായവരുണ്ട്. അത് മനോജ് സാറിന്റെ ഒപ്പം എത്തിയവരുണ്ട്. അത് കഴിഞ്ഞു വന്ന ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും ഓരോ അച്ചീവ്മെന്റുകൾ എടുത്തും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു സെയിൽസ് ക്ലോസിംഗ് ആണ് നമ്മുടെ എല്ലാവരും. നമ്മള് രാവിലെ ഇറങ്ങുമ്പോൾ നമ്മളുടെ ഒരു മൈൻഡിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ പോകുന്ന വീടുകൾ ഒരു സക്സസ് ആവണം, അവർക്ക് ഒരു ആരോഗ്യവും കിട്ടണം, അതിന്റെ കൂടി തന്നെ നമുക്കൊരു വരുമാനം കിട്ടണം, അതിനുവേണ്ടി നമ്മൾ സെയിൽസ് ക്ലോസ് ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാവരും രാവിലെ എഴുന്നേൽക്കുന്നതും രാവിലെ എഴുന്നേറ്റ് ഓരോ വീടുകളിൽ ചെന്ന് ഓരോരുത്തരെ കാണുന്നതും. സോറി, എന്നെ പരിചയപ്പെടുത്താൻ ഞാൻ വിട്ടുപോയി. എന്റെ പേര് സിന്ധു. ഞാനൊരു അംഗൻവാടി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ പലർക്കും എന്നെ അറിയാം. ഞാൻ താമസിക്കുന്നത് തൃക്കാക്കരയാണ്. അതുപോലെ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് നമ്മളുടെ ഗ്രേറ്റ് ലീഡർ IBGയുടെ ലീഡറായ യൂനുസ് സാറാണ്, കളമശ്ശേരി യൂനുസ് സാറാണ്. ഏകദേശം ഒരു വർഷത്തിലധികമായി, 1.5 വർഷത്തോളമായി ഞാൻ ഇതിലേക്ക് വന്നിട്ട്. നമ്മൾക്ക് നമ്മളുടെ കേരളത്തിലെ ടീമിനെ നയിച്ചുകൊണ്ട് പോകുന്നത് നമ്മളുടെ എല്ലാം ഗ്രേറ്റ് ലീഡറായിട്ടുള്ള മനോജ് സാറാണ്. സാറാണ് ഈ സെയിൽസ് എങ്ങനെ ക്ലോസ് ചെയ്യണമെന്ന് നമ്മളോട് ഓരോരുത്തരോടും പറഞ്ഞു തരുന്നത്. നമ്മൾക്കത് വിശദമായി എന്നും നമ്മൾ സാറിന്റെ ക്ലാസ് ഒരു മോട്ടിവേഷൻ ആയിട്ട് തന്നെ കേൾക്കുന്നുണ്ട്. അത് കൂടാതെ സാറിനത് എന്നും കുറച്ച് സമയം കിട്ടുന്നുള്ളൂ, പറഞ്ഞിട്ട് തീരാത്ത പോലെയാണ് എന്നും ക്ലോസ് ചെയ്ത് നിർത്താറ്. അതുകൊണ്ടായിരിക്കും സാറ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എടുത്തിട്ട് നമ്മൾക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ വെച്ച് സാർ അത് നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മളെ മുന്നോട്ട് കൈപിടിച്ച് നടത്തുന്ന നമ്മളുടെ ഗ്രേറ്റ് ലീഡറാണ് മനോജ് സാറ്. സാറ് ഒരു മാതൃകയാണ്. ഒരു 10 മാസം കൊണ്ട് 1 കോടി രൂപയിൽ അധികം വാങ്ങിക്കാൻ കഴിയുമെന്നും ഈ 3 വർഷം കൊണ്ട് 3 കോടിയിലധികം രൂപ വാങ്ങിച്ച് നമ്മളോട് എല്ലാവരോടും, നമ്മൾക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷനായി മുന്നോട്ട് പോകുന്ന ഒരാളാണ് സാറ്. സാറിന്റെ വാക്കുകൾ നമ്മൾക്ക് ഒരുപാട് വിജയത്തിലേക്ക് എത്തിക്കും എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി സ്നേഹാദരങ്ങളോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം മനോജ് സാർ. Thank you so much, Sindhu ma'am. Good morning leaders. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. എല്ലാ ദിവസവും നമ്മൾ 6 AM ക്ലബിൽ വളരെ പ്രതീക്ഷയോടെയാണ് വരുന്നത്. കാരണം ഈ രാവിലെ 6 മണി മുതൽ 7 മണി വരെയുള്ള ആ ഒരു സെഷൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രചോദനമാണ്, നല്ലൊരു ചാർജിങ് ആണ്. ഏത് രീതിയിൽ നമുക്ക് ഡയറക്ട് സെല്ലിങ്ങിൽ വിജയിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഓരോരോ ലീഡേഴ്സ് അവരവരുടേതായ അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ബിസിനസ്സിന് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. എല്ലാവരും തന്നെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട്, വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഈ കൊച്ചു വെളുപ്പം കാലത്ത് എഴുന്നേറ്റ്, പ്രത്യേകിച്ച് സ്ത്രീകൾ അവരുടെ വീട്ടു ജോലികളൊക്കെ അവിടെ വെച്ചുകൊണ്ടാണ് ഇതിലേക്ക് പങ്കെടുക്കുന്നത്. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ഒരിക്കൽ കൂടി നമ്മുടെ ടീമിന് വേണ്ടി ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. പ്രത്യേകിച്ച് ബയോട്ടോറിയത്തിലേക്ക് ആളുകൾ കടന്നു വന്നത് നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെ മഹിമ കൊണ്ട് തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന മിക്കവാറും 90% ആളുകളും ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് പലർക്കും കിട്ടിയ റിസൾട്ട് കേട്ടപ്പോ
എത്രയോ വർഷങ്ങളായിട്ട് അവരനുഭവിക്കുന്ന ശാരീരിക പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരം കിട്ടും എന്നുള്ള ഒരു റെമഡി ഉണ്ടാകുമെന്ന് കേട്ടപ്പോ പലർക്കും റിസൾട്ട് കിട്ടിയെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇത് ഏറ്റെടുത്തത്. 90% ആളുകൾ റിസൾട്ട് കിട്ടിയിട്ട് വന്ന ആളുകളാണ് ഇതിനകത്ത് ഇരിക്കുന്ന ആളുകൾ. എന്നെ പോലുള്ള ചില ആളുകൾ റിസൾട്ട് അല്ലാതെ അതിന്റെ മറ്റൊരു സൈഡ് ഉണ്ട്, ഇവിടെ ബിസിനസ് സൈഡ് ഉണ്ട്. ആ ബിസിനസ് സൈഡും കൂടിയാണ് എന്നെ ഇതിനകത്തേക്ക് കൂടുതൽ അട്രാക്ട് ചെയ്തതെന്നുള്ള. കാരണം അത്രയും വലിയൊരു ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഷുഗർ പ്രഷർ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് സ്വാഭാവികമായിട്ടും അല്ലെ, അതൊരു കോമൺ ആണ്, എല്ലാവർക്കും ഒരു സംഭവമാണ്. അതിൽ കൂടുതൽ എനിക്ക് വേറെ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിന്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഇതിലൂടെ രക്ഷപ്പെടാൻ പറ്റും. എന്റെ ജീവിതത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എല്ലാം തകർന്ന് തരിപ്പണായ ഒരാളാണ്. പ്രതീക്ഷകൾ ഉണ്ടായിരുന്നില്ല ജീവിതത്തിൽ, ബാക്കി ഇങ്ങനെ കഴിഞ്ഞു പോവുകയായിരുന്നു ഓരോ ദിവസങ്ങളും. അപ്പൊ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് ജീവിതത്തെ കരുപിടിപ്പിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് ചിന്തിച്ചപ്പോ അത് നമുക്ക് ഡയറക്ട് സെല്ലിംഗ് മാത്രമേ വഴിയുള്ളൂ. അങ്ങനെ നിരവധി ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അവിടെയെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അനുപാതമായ ഒരു വേതനം കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ എത്രയും കഷ്ടപ്പെട്ടാലും നമ്മുടെ അധ്വാനത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഇൻകം പല കമ്പനികളും കൊടുക്കുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനകത്ത് വലിയ അറിയപ്പെടാത്ത രീതിയിലുള്ള പല ഹിഡൻ അജണ്ടാസും ഉണ്ടാവും. അതിനകത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും. തുടക്കത്തിൽ കാണുമ്പോൾ, പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. പക്ഷെ നമ്മളെ ബയോട്ടോറിയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാനാണ്. പെട്ടെന്ന് തന്നെ സാധാരണക്കാരന് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് ബൈനറി പ്ലാനാണ് നമ്മുടേത് എന്നുള്ളത് അത് പഠിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഞാനിത് സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സൂപ്പർ പ്ലാനാണ്, ഒരു സംശയമില്ല. കാരണം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്ലാനാണ്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ താല്പര്യം വരികയും അതോടൊപ്പം ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ കിട്ടിയ റിസൾട്ടാണ് നമ്മളെ മാനസികമായിട്ട് ഇതിലേക്ക് ഒന്നും കൂടി അടുപ്പിക്കുക എന്നുള്ളതാണ്. ഈ റിസൾട്ടിന് ഒരു റിസൾട്ട്, ഈ പ്രൊഡക്റ്റിന് ഒരു റിസൾട്ടും ഇല്ല. വെറും പ്ലാൻ മാത്രമാണെങ്കിൽ പ്രൊഡക്റ്റ് ഓടുമോ? നല്ല അടിപൊളി പ്ലാനാണ്. കൊടുത്ത ആൾക്ക് ആരും റിസൾട്ട് ഇല്ലെങ്കിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? നെവർ, അല്ലെ? കൊടുത്ത ആളുകൾക്ക് അപാരമായ റിസൾട്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്ത റിസൾട്ടുകളാണ് ഓരോ ദിവസവും നമ്മുടെ റിസൾട്ട് ഷെയറിംഗ് സെഷനിൽ ഓരോരുത്തരും വന്ന് സംസാരിക്കുന്നത്. നമ്മൾ ചിന്തിക്കാത്ത റിസൾട്ടുകളാണ് ഓരോരുത്തർ പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂരുണ്ടായിരുന്നു, എല്ലാവരും ശ്രദ്ധയിലേക്ക് പറയാണ്. അപ്പൊ അവിടുന്ന് കുറച്ചുപേര് എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, സാറേ ഇത് ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടി, കുറച്ച് ആളുകൾക്ക് കിട്ടിയ റിസൾട്ട് എന്താ വെച്ചാൽ മദ്യപാന ആസക്തിയുള്ളവരായിരുന്നു അവര്. മദ്യപിക്കുന്നവരായിരുന്നു. ഇപ്പൊ കംപ്ലീറ്റ് മദ്യപാനം നിർത്തിയെന്നാണ് അവർ പറയുന്നത്. ആ ആസക്തി കുറഞ്ഞിരിക്കുന്നു. ചിന്തിച്ചു നോക്കി. അവരുടെ ഹൃദയം തൊട്ടിട്ട് അനുഭവം എന്നോടത്ത് പറഞ്ഞതാണ്. മനസ്സിലായ? ഞങ്ങൾ മദ്യപിക്കുന്ന ആളുകളായിരുന്നു, ഇപ്പൊ ഇതിനകത്തേക്ക് വന്നു, ഈ സിസ്റ്റത്തിലേക്ക് വന്നു, ഈ പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ ഇപ്പൊ ഞങ്ങൾക്ക് മദ്യപിക്കാൻ തോന്നുന്നില്ല എന്നാണ്. ഒരു സംസ്കാരം, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കൾച്ചറൽ ചേഞ്ച്, അല്ലെ? ഒരു കൾച്ചറൽ ചേഞ്ച് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. പണം മാത്രമല്ല, ഒരു കൾച്ചറൽ ചേഞ്ച് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് വലിയൊരു നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി നമുക്ക് ഈ സിസ്റ്റത്തിലൂടെ, ഈ ഡയറക്ട് സെല്ലിങ്ങിലൂടെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ബയോട്ടോറിയത്തിലൂടെ സാധിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, അഭിമാനിക്കാം തീർച്ചയായിട്ടും. അപ്പോ അത്രയും നല്ലൊരു കോർഡിനേഷൻ, ഒരു കൂട്ടായ്മയാണ് ഇവിടെ നടക്കുന്നത്. പണത്തിന് മാത്രമല്ല ഇവിടെ. പണം ബൈ പ്രൊഡക്റ്റ് ആണ്, നമ്മൾ എപ്പോഴും പറയും. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പണം നമ്മളിലേക്ക് എത്തിക്കൊള്ളും. പണത്തിന്റെ പുറകെ ഓടിയാലൊന്നും വരില്ല, നമ്മൾ എപ്പോഴും പറയാറുണ്ട്. നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്യുക. നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ കുറച്ച് ടെൻഷനും കുറച്ച് സമയങ്ങളൊക്കെ എടുക്കും. പെട്ടെന്നൊന്നും സംഭവിക്കില്ല. അതിനുള്ളൊരു ക്ഷമ നമ്മൾക്ക് ഉണ്ടാകണം. ഡയറക്ട് സെല്ലിങ്ങിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ക്ഷമയാണ്. ക്ഷമയുണ്ടാകണം, വിട്ടുവീഴ്ച ഉണ്ടാകണം, മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള ഒരു കഴിവുണ്ടാവണം. ഇതൊക്കെ നമുക്ക് ഉണ്ടാവണം. ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കണം. ബന്ധങ്ങൾ നശിപ്പിക്കാൻ എളുപ്പമാണ്. ഒറ്റ വാക്ക് മതി ഒരു ബന്ധം നശിപ്പിക്കാൻ. രണ്ടാമത് 100 വാക്ക് നിങ്ങൾ പറഞ്ഞാലും ആ ബന്ധത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേർത്തിണക്കാൻ പറ്റില്ല. ഒറ്റ വാക്കുകൾ പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒറ്റ വാക്ക് തെറ്റിയാൽ ആ ബന്ധം ജീവിതത്തിൽ മുഴുവൻ അവസാനിക്കും. പിന്നെ നമ്മൾ 100 മധുരമുള്ള വാക്കുകൾ കൊടുത്താലൊന്നും അത് ശരിയാവില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വിജിലന്റ് ആയിരിക്കണം നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ വാക്കിൽ, നമ്മുടെ പ്രവൃത്തിയിൽ. ഇതെല്ലാം ജീവിത വിജയത്തിൽ വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. ഇപ്പൊ നമുക്കറിയാം, ഡയറക്ട് സെല്ലിങ്ങിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ ഈ ഡയറക്ട് സെല്ലിംഗ് ഏറ്റെടുക്കുന്നത് ഏതെങ്കിലും ഒരു ഉൽപ്പന്നം പർച്ചേസ് ചെയ്തുകൊണ്ടായിരിക്കും, അല്ലെ? ഏതെങ്കിലും ഉൽപ്പന്നം നമ്മൾ പർച്ചേസ്, ഏത് കമ്പനി X or Y ഒരു ഉൽപ്പന്നം പർച്ചേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഒരു ID കിട്ടുന്നത്. ID എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ. ഏത് കമ്പനി X or Y ഒരു
ഒരു പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് ആ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നു, റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നു. അപ്പൊ നമുക്ക് റിസൾട്ട് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൽ ഇഷ്ടപ്പെടും, സ്വാഭാവികം അല്ലെ. ബൈ ദ പ്രൊഡക്റ്റ് ദെൻ എന്ത് ചെയ്യുന്നു, അത് യൂസ് ചെയ്യണം. അത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ ടീമിനെ നിങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. അത് ഫോളോ അപ്പ് ചെയ്യണം, അവർ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത്. ഉപയോഗിച്ചാൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. അവർ ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച ഉപയോഗിക്കും, എന്നിട്ട് പറയും എനിക്കൊരു റിസൾട്ടും ഇല്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കും പ്രൊഡക്റ്റ്. ഒരാൾ ആദ്യമേ പറയണം, ഇത് 1 ആഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ 3 ആഴ്ച കൊണ്ടോ ഒന്നും റിസൾട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് അല്ല. കാരണം നിങ്ങൾ 40 50 വർഷമായിട്ട് അനുഭവിക്കുന്ന ശാരീരിക പ്രശ്നങ്ങൾക്ക് 1 ആഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ മാറ്റം കിട്ടില്ല. ചില ആളുകൾക്ക് കിട്ടും. അപ്പൊ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 120 ദിവസം, ഒരു 4 മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ചെറിയ ചെറിയ ചേഞ്ചസ് വരാൻ തുടങ്ങുള്ളൂ ബോഡിയിലേക്ക്. അപ്പൊ അത് അവർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ പര്യാപ്തമാക്കണം, പ്രാപ്തമാക്കണം. അവരായിട്ട് നമ്മൾ എപ്പോഴും നല്ല ബന്ധം സ്ഥാപിച്ച് അവരെ പിടിക്കുക, പറ്റുമെങ്കിൽ അവരെ വീടുകളുടെ അടുത്ത പ്രദേശത്തേക്കാണ് വീടുകളൊന്ന് വിസിറ്റ് ചെയ്യുക. ഇങ്ങനെ അവരിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രൊഡക്റ്റിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരെ ഉപയോഗിപ്പിക്കണം നമ്മൾ ഫസ്റ്റ്. ചില ആൾ മാറ്റി വെക്കും, 2 ആഴ്ച കഴിഞ്ഞ് റിസൾട്ട് ഒന്നിലേക്ക് മാറ്റി വെക്കും, എന്നിട്ട് അതിനെക്കുറിച്ച് നെഗറ്റീവ് പറയും. അങ്ങനെ നെഗറ്റീവ് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാണ്? ആ കൊടുത്ത അല്ലെ ഡിസ്ട്രിബ്യൂട്ടർ തന്നെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആ ഫോളോ അപ്പ് എന്ന് പറയുന്ന കാര്യം കൃത്യമായിട്ട് നടക്കണം എന്നൊക്കെയാണ്. അപ്പൊ ബൈ ചെയ്തു, യൂസ് ചെയ്തു, പിന്നെയോ റിസൾട്ട് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും, അതിന് വളരെ ഇഷ്ടപ്പെടും അല്ലെ, സ്വാഭാവികമായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് ബയോടൂറിയത്തെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും സ്വാഭാവികമായിട്ടും. ഇത് കൊള്ളൂല, ഒരു റിസൾട്ടും ഇല്ല എനിക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും, ഉറപ്പായിട്ട് വരും. അപ്പൊ ലൗദപ്പെടും, അവിടെ സ്നേഹം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എന്ത് ഉണ്ടാകുന്നത്, വെറുപ്പ് ഉണ്ടാകുന്നത്. സ്നേഹവും വെറുപ്പും ഒരുമിച്ചാ പോവാ. സ്നേഹിക്കുന്ന ആളോടാണ് നമുക്ക് ദേഷ്യം തോന്നുള്ളൂ അല്ലെ, അല്ലാത്തവരോട് എന്ത് ദേഷ്യം അല്ലെ. അപ്പോ സ്നേഹവും വെറുപ്പും അവിടെയാണ് വരിക നമുക്ക്. അപ്പൊ നമ്മൾ ഇതിനെ ലവ് ചെയ്യുന്നു, ഇഷ്ടപ്പെടുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മള് അടുത്ത ആളിലേക്ക് ഷെയർ ചെയ്യുന്നു. ഇതാണ് നമ്മളുടെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇവിടെ. അപ്പൊ നമ്മൾ വാങ്ങിയ ഉൽപ്പന്നത്തെ കുറിച്ച് പഠിച്ചു ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ടുകൾ നമ്മൾ ഷെയർ ചെയ്യുന്നു. ആ ഷെയറിംഗ് ആണ് ഇവിടെ എന്തായിട്ട് മാറുന്നത്, സെല്ലിംഗ് ആയിട്ട് മാറുന്നത്, സെയിൽസ് ആയിട്ട് മാറുന്നത് അല്ലെ. നമുക്ക് കിട്ടിയ റിസൾട്ടാണ് നമ്മൾ ഷെയർ ചെയ്തിട്ട് നമ്മൾ സെയിൽസിലേക്ക് കൊണ്ടുവരുന്നത് ആളുകളെ. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ആ ഷെയറിംഗിൽ ശരിക്കും ഫീലിങ്സ് ഉണ്ടാകണം, വികാരപരമായിട്ടായിരിക്കണം നമുക്കൊരു കസ്റ്റമറോട് ചെന്ന് സംസാരിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോഴാണ് അവിടെ എന്ത് നടക്കുള്ളൂ, ബിസിനസ് ഓപ്പണിംഗ് നടക്കൂല. സെയിൽസ് ക്ലോസ് എന്നുള്ള പദം ഇപ്പൊ മാറ്റിയതുകൊണ്ട് ഞാൻ പറയുന്നു, ബിസിനസ് ഓപ്പണിംഗ് നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫീലിങ്സ് ഉണ്ടാകണം. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ വികാരപരമായിട്ട് ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് സെയിൽസ് ക്ലോസിംഗ് എന്നാണ് നമ്മളിപ്പോ സാധാരണ പറയാ. അതായത് സെയിൽസ് ഓപ്പണിംഗ്, നമുക്ക് കച്ചവടം കിട്ടണമെങ്കിൽ നമ്മുടെ സംസാരത്തിൽ ഫീലിങ്സ് ഉണ്ടാകണം. വെറുതെ ഇങ്ങനെ പറഞ്ഞു പോയതിനെ കൊണ്ടൊന്നും കാര്യമില്ല. ഫീലിങ്സ് വരിക എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമ്മൾ അനുഭവിച്ച് നമുക്ക് ഗുണം കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഫീലിങ്സ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 440 രൂപ വെൽക്കം ബോണസ് കിട്ടിയാൽ നിങ്ങൾക്ക് ഇൻകം പ്ലാനിൽ ഒരു കൊള്ളാം കേട്ടാ എന്നൊരു ഫീലിങ്സ് ഉണ്ടാവും. ഒരു ഫാമിലി ബോണസ് അടിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ എന്തുണ്ടാവും, ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. കറക്റ്റ് അല്ലേ? അപ്പൊ അത് നേടണം നമ്മൾ, അപ്പോഴാണ് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ മറ്റുള്ളവരോട് സംസാരിക്കാൻ വേണ്ടി. അപ്പൊ നമ്മുടെ സംസാരം എപ്പോഴും ഹൃദയത്തിൽ നിന്നായിരിക്കണം എന്നുള്ളതാണ്. വായ കൊണ്ട് സംസാരിക്കരുത്. വായ കൊണ്ട് സംസാരിക്കുന്നവരൊന്നും വിജയിക്കൂല ഇതിനകത്ത്. ഹൃദയത്തും കൊണ്ട് നമുക്ക് സംസാരിക്കണം. അത് ഹൃദയത്തോട് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് നിങ്ങൾക്ക് ഈ പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. കാരണം ബയോടൂറിയത്തിൽ അത് സാധിക്കുന്ന 100% ഷുവറാണ്. കാരണം അത്രയും അപാരമായ മിറാക്കിൾ റിസൾട്ട് തന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. ഈ പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ താരം എന്ന് പറയുന്നത്, ഒരു സംശയം വേണ്ട. നമ്മളെല്ലാവരും ഇവിടെ ചേർത്ത് കണക്കി നിർത്തിയിരിക്കുന്നത് ഈ പ്രൊഡക്റ്റിന്റെ മഹിമ തന്നെയാണ്. അല്ലാണ്ട് ഇൻകം പ്ലാൻ കണ്ടൊന്നുമല്ല എല്ലാവരും വന്നിരിക്കുന്നത്. പക്ഷെ ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഇൻകം പ്ലാൻ കൂടെ നോക്കുമ്പോൾ ആരും ഇതിനകത്ത് നിന്ന് വിട്ടുപോകില്ല എന്നുള്ളതാണ്. കാരണം ഇത്രയും അടിപൊളിയായിട്ടുള്ള വരുമാനം കൊടുക്കുന്ന വേൾഡിൽ ഒരു കമ്പനി ഇന്ന് നിലവിലില്ല. നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. അതുപോലെ കമ്പനിയുടെ പ്രൊഫൈലൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അല്ലെ. എക്സലന്റ് അല്ലെ. ഏത് കമ്പനിക്ക് അവകാശപ്പെടാൻ വേണ്ടി സാധിക്കും സുഹൃത്തുക്കൾ, ഇത്രയും നല്ല മിറാക്കിളായിട്ടുള്ള അല്ലെ, എക്സലന്റ് ഒരു പ്രൊഫൈല് അല്ലെ. നോബൽ പ്രൈസ്, നമ്മുടെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് അല്ലെ എന്ന് പറയുന്ന ഒരു അവാർഡ് കിട്ടിയ ഒരു കമ്പനിയുടെ ഭാഗമാണെന്ന് ഇപ്പോഴും പലരും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇത് രണ്ടാളെ ചേർക്കുന്ന പരിപാടിയായിട്ടാണ് ഇപ്പോഴും ആളുകൾ ഇതിനെ തിരിച്ചറിയുന്നില്ല. ആലോചിക്കണം, നമുക്കതിന്റെ മഹത്വം അറിയില്ല. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരോട് സംസാരിച്ച് നോക്കണം നമ്മുടെ മഹത്വത്തെ കുറിച്ച്. അവർക്ക് ഇത് അവകാശപ്പെടാൻ പറ്റുമോ? ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ പേരുണ്ട് അവർക്ക് അവകാശപ്പെടാൻ പറ്റുമോ? നെവർ അല്ലെ. അപ്പൊ ഞാൻ ആ പ്രൊഫൈലിലേക്ക് ഒന്നും പോകുന്നില്ല, ഞാൻ സബ്ജക്ട് വേറെ ആയതുകൊണ്ട്. അപ്പൊ നമ്മൾ അത്രയും
ഹൃദയത്തിൽ നമുക്ക് അതിന്റെ വില മനസ്സിലാക്കാൻ വേണ്ടി പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ സെയിൽസിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ റിയാലിറ്റിയാണ് നമ്മളെ സെയിൽസ് ആക്കി മാറ്റുന്നത്, നമ്മുടെ ഫീലിങ്സ് ആണ് നമ്മുടെ സെയിൽസ് ആക്കി മാറ്റുന്നത്. നമ്മൾ കൃത്യമായിട്ട് അവർക്ക് പകർന്നു കൊടുക്കുന്നതാണ് നമ്മളുടെയൊക്കെ അത് സെയിലിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സെയിൽസിന് പോകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. സെയിൽസ് എന്ന് പറയുമ്പോൾ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് അല്ലെ, നമ്മുടെ കൂടെ വന്ന ഒരു അസോസിയേറ്റിന്റെ കൂടെയാണ് നമ്മൾ സ്വാഭാവികമായിട്ടും പോകുക ആദ്യമായിട്ട് അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കസ്റ്റമറെ കാണണമെങ്കിൽ നിങ്ങളുടെ ഡയറക്റ്റ് അപ്ലൈൻ ലീഡർ ഉണ്ടാവും. അതായത് ഈ ബിസിനസ്സിലേക്ക് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളെ പേരാണ് അപ്ലൈൻ ലീഡർ എന്ന് പറയുന്നത്. അപ്പോൾ ആ അപ്ലൈൻ ലീഡറിന്റെ സഹായത്തോടു കൂടിയിട്ട് അപ്പൊ അദ്ദേഹം ജസ്റ്റ് ഇപ്പൊ വന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളുണ്ടാവും. അദ്ദേഹം നിങ്ങളെ അപ്ലൈനായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ആരാണോ നിങ്ങളുടെ കൂടെ ടീം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന ആ അപ്ലൈൻ ലീഡേഴ്സിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് നമ്മൾ സ്വാഭാവികമായിട്ടും സെയിൽസിന് പോകുന്നത്. അപ്പൊ സെയിൽസിന് പോകുന്നത് സ്വാഭാവികമായിട്ടും നമ്മളൊരു വീടുകളിലേക്കായിരിക്കും അല്ലെ. അല്ലാണ്ട് ഇപ്പം പല രീതിയിലുള്ള സെയിൽസ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കച്ചവടം നടക്കാതെ പോകുന്നത്. ഇപ്പം ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് ആളുകളെ വിളിച്ചിട്ട് ഇല്ല അവിടെ കടയുടെ പിറകെ പോയിട്ട് ഡെമോ കാണിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട് ഇല്ലേ. അവിടുന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളുണ്ട്. ഏതെങ്കിലും ഒരു ചായക്കടി കയറി ഇരുന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളുണ്ട്. ഇതിലൊന്നും സെയിൽ നടക്കില്ല എന്നുള്ളതാണ്. സെയിൽസ് നടക്കണമെങ്കിൽ അതിന് അതിൻ്റെതായ രീതികളുണ്ട്. എന്നാൽ മാത്രമേ സെയിൽസിലേക്ക് നമുക്ക് ആളുകളെ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇല്ലേ. നാട്ടിൽ സ്വർണ്ണക്കടയുണ്ട്, പച്ചക്കറി കടയുണ്ട്, മീൻ കടയുണ്ട്, എല്ലാ കടകളുണ്ട്. എല്ലാ കടയിലും നമ്മൾ കയറി ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാറുണ്ട് അല്ലെ. നാളെ മുതൽ റോഡ് സൈഡിൽ വെച്ചിട്ട് സ്വർണ്ണം മുക്കുകയാണെന്ന് പറയാം. 1/4 പവൻ, 3/4 പവൻ, 1/2 പവൻ, 1 പവൻ, വാ 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 അല്ലേ. 70,000, 72,000 ആലോചിച്ചു നിങ്ങള്. മീൻ വെക്കും പോലെ അല്ലെങ്കിൽ പച്ചക്കറി വെക്കും പോലെ 1 കിലോ 40, 60 വാ വാ എന്ന് പറഞ്ഞിട്ട് പച്ചക്കറി വിൽക്കാറുണ്ട് റോഡ് സൈഡിൽ. അതുപോലെ സ്വർണം വെക്കുകയാണ്. കമ്മല് വാ 1/4 പവൻ ഇത്ര, 1/2 പവൻ ഇത്ര. എന്തായിരിക്കും സ്ഥിതി ഇല്ലേ. ആരെങ്കിലും വാങ്ങോ? ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മനസ്സിലാകുമോ? ഇല്ല. അപ്പോ അതിന് അതിൻ്റെതായ ഒരു സംവിധാനമുണ്ട്, അതിൻ്റെതായ വാല്യൂ ഉണ്ട്. ആ വാല്യൂ കൊടുത്ത് വേണം നമ്മൾ നമ്മുടെ ഈ അവസരത്തിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. വാല്യൂ കൊടുക്കണം. നമ്മൾ കണ്ട വഴിയിൽ നിന്നും ബസ്സിൽ നിന്നൊക്കെ നമ്മളിത് പറയരുത്. ബസ്സിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ട്രെയിനിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, എന്നിട്ട് അവരുടെ നമ്പർ നമുക്ക് കളക്ട് ചെയ്യാം, എന്നിട്ട് അതിന്റെ ഡീറ്റെയിൽസ് അവർക്ക് എന്ത് അയച്ചു കൊടുക്കുക വാട്സപ്പിലൂടെ. അപ്പൊ അവിടെ നമ്മളൊരു എന്താ പറയാ ഒരു ഇത് ക്രിയേറ്റ് ചെയ്ത് വെക്കണം അവിടെ. മനസ്സിലായ? അവർക്ക് എന്തോ ഒരു ആകാംക്ഷ, ഒരു ത്രില്ല് അല്ലെ, ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസ നമ്മൾക്ക് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ബസ്സിലായാലും ട്രെയിനിലായാലും പുതിയ പരിചയക്കാരോട് നമ്മൾ ഒരു ത്രില്ല് ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ വിസിറ്റിംഗ് കാർഡ് കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് പലർക്കും സെയിൽ നടക്കാതെ പോകുന്നത്. ബസ്സിൽ നിന്നും വണ്ടിയിൽ നിന്നും ബസ് സ്റ്റാൻഡിൽ നിന്നും ഒക്കെ അടിപൊളി ഒരു പ്രോഗ്രാം ഉണ്ട്, വാ അല്ലെ, 2 ആളെ ചേർത്ത് 6,820 രൂപ കിട്ടും എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവർ ഇതിന് വലിയ വാല്യൂ കൊടുക്കാതെ ഇതെന്തോ പഴയ അല്ലെ വീഞ്ഞ് പുതിയ കുപ്പിയിലാണെന്ന് അവര് ചിന്തിക്കും. അപ്പൊ അവിടെ സെയിൽ നടക്കില്ല. അപ്പൊ സെയിൽസിലേക്ക് ഞാൻ പറഞ്ഞു നമ്മളൊരു ഫീലിങ്സോട് കൂടി ഏറ്റെടുത്തിട്ട് പോകണം. അപ്പൊ മിക്കവാറും നമ്മൾക്ക് സെയിൽ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ഒരു കസ്റ്റമറുടെ അപ്പോയിന്റ്മെന്റ് എടുത്തുകൊണ്ട് അവരുടെ വീട്ടിൽ ചെന്നിരുന്ന് അവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് കറക്റ്റ് നമുക്ക് അവരെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഒരു പ്രൊഡക്റ്റ് വിൽക്കലല്ല ബിസിനസ് എന്ന് പറയുന്നത്. മനസ്സിലായ? നമ്മൾ ഡയറക്റ്റ് സെല്ലിംഗ് ഒരു ബിസിനസ്സാണ്, ആളെ ചേർക്കുന്ന പണിയല്ല, ഇത് ഒരു ബിസിനസ്സാണ്. അപ്പൊ നിങ്ങൾ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുകയാണെങ്കിൽ അവരോട് അപ്പോയിന്റ്മെന്റ് വാങ്ങണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിന്നോട് നേരിട്ട് സംസാരിക്കാനുണ്ട്. നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാനാണ്. അതുകൊണ്ട് നിന്നെ എനിക്ക് നേരിട്ട് കണ്ടേ പറ്റുള്ളൂ എന്ന് നമ്മൾ കൃത്യമായിട്ടും മൂർച്ചയോടുകൂടി സംസാരിച്ചാൽ അദ്ദേഹം അപ്പോയിന്റ്മെന്റ് തരും. അതിന് നിങ്ങൾക്ക് പറ്റുന്ന സമയം പറയും അല്ലെ. നമ്മുടെ സമയത്തിനനുസരിച്ചാക്കണ്ട, അവരുടെ സമയം. രാവിലെ 10 മണിക്ക് പറ്റുമോ? നിങ്ങൾക്ക് 10 മണിക്ക് പറ്റില്ല, പിന്നെ എത്ര മണിക്ക് പറ്റും? ഇന്ന് പറ്റൂല, നാളെ പറ്റുള്ളൂ, അല്ലെ ഇന്ന് തന്നെ എനിക്ക് കണ്ടേ പറ്റുള്ളൂ. ഇന്ന് ഞാൻ ആ ഭാഗത്തുണ്ട്, നിന്നെ കാണാനായിട്ട് വരിക. നാളെ ഞാൻ ബോംബെക്ക് പോവാണ്, മനസ്സിലായ? വെറുതെ അടിച്ചേക്കണം. അതുകൊണ്ട് ഇന്ന് നിന്നെ കണ്ടിട്ടേ പോവുള്ളൂ. അതുകൊണ്ട് വൈകുന്നേരത്തെ സമയം എന്താ? വൈകുന്നേരം 4 മണിക്ക് ശേഷം അല്ലെങ്കിൽ 6 മണിക്ക് വന്നു അല്ലെ. ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ടുള്ള ഷാർപ്പ് ഷൂട്ട് വെച്ചിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വീടുകളിൽ ചെന്നിരുന്ന് സംസാരിക്കുന്നതാണ് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും നല്ലത്. കാരണം വീടുകളിൽ ചെന്നിരുന്ന് സംസാരിക്കാൻ പറയുന്നത് അദ്ദേഹം ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്ന ബിസിനസ് എന്താണെന്ന് ആ കുടുംബം കൂടി മനസ്സിലാക്കണം എന്നുള്ളതാണ്. ആ വീട്ടുകാർ കൂടി തിരിച്ചറിയണം എന്ത് ബിസിനസ്സാണ് എന്റെ ഭർത്താവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ വൈഫ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, മകൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ കുടുംബത്തിന്റെ അറ്റാച്ച്മെന്റ് വരുമ്പോൾ ഇതിന്റെ ഗ്രോത്ത് ലെവൽ വേറെ ആയിരിക്കും. അതുകൊണ്ടാണ് വീടുകളിലേക്ക് ചെല്ലാൻ വേണ്ടി പറയുന്നത്. ഇപ്പൊ കൃത്യമായ അപ്പോയിന്റ്മെന്റ് എടുത്തു, അല്ലെ പോകുന്ന വഴിക്ക് അവിടെ ഒരാളുണ്ട്, വാ ഇവിടെ ഒന്ന് കയറാം, ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലേ. അത് അപൂർവത്തിൽ അപൂർവം. നിങ്ങൾക്ക് അത്രയും ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം പോകാം. അങ്ങനെ പോകണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെ ആയിരിക്കരുത്. നമ്മളെപ്പോഴും ഒരു ലീഡറെ കൊണ്ട് പോകുമ്പോൾ നേരത്തെ തന്നെ 2, 3, 4 അപ്പോയിന്റ്മെന്റ്സ് ഫിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടി.
അവിടെയാണ് സക്സസ് ആകുക. അല്ലാണ്ട് വഴി കണ്ടവരെ വീട്ടിലേക്കൊക്കെ പോയിട്ട് കോളിംഗ് ബെല്ലടിച്ചിട്ട് സാധനം വിൽക്കാൻ പോകുന്നവര് കസ്റ്റമർ എന്താ പറയാ, നമ്മൾ വീടുകളിലേക്ക് ഉൽപ്പന്നം വിൽക്കാൻ പറയാറില്ലേ കുട്ടികൾ, അങ്ങനെയായിട്ട് നിങ്ങൾ മാറിയ സെയിൽസ് നടക്കില്ല. കൃത്യമായിട്ട് 2-3 അപ്പോയിന്റ്മെന്റ് മതിയെന്ന്, ഇതിന് കുറെ. അപ്പൊ അപ്പോയിന്റ്മെന്റ് എടുത്ത് പോകുമ്പോ അവര് സമയം തന്നാൽ ആ സമയത്ത് തന്നെ അവിടെ എത്തണം. 10 മണിക്ക് വരാതുകൊണ്ട് 12 മണിക്കാണ് ചില ആൾ പോവുക. അപ്ലൈൻ ലീഡർ എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് എത്തൂല. പല സ്ഥലത്തും സംഭവിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ ബ്ലോക്ക്, ഇവിടെ ബ്ലോക്ക്, മറ്റത് ബ്ലോക്ക്, ഇങ്ങനെയൊക്കെ പലതും. സമയം അപ്പോയിന്റ്മെന്റ് എടുത്താൽ 10 മണി പറഞ്ഞാൽ കൂടി വന്ന ഒരു അരമണിക്കൂർ ലേറ്റ് ആയിക്കോട്ടെ. അല്ലാണ്ട് 10 മണിക്ക് വന്നിട്ട് 3 മണിക്കും 4 മണിക്കൊന്നും പോകരുത് പ്ലീസ്. പറ്റുന്ന അപ്പോയിന്റ്മെന്റ് എടുത്താൽ മതി. ഇത് വളരെ പ്രധാനമാണ്. ടൈം പങ്ക്ച്വാലിറ്റി വളരെ പ്രധാനമാണ്. കാരണം അവർക്ക് പല സ്ഥലത്തും പോകാനുണ്ടാവും. 10 മണിക്ക് കൊണ്ട് നിങ്ങൾ 12 മണിക്ക് പോയാൽ അവർക്ക് ആകെ വെറുപ്പാവും. എന്ത് വാക്കിന് വിലയില്ല അല്ലെ, അതുകൊണ്ട് ഇവന്റെ കൂടെ നിൽക്കാൻ പറ്റൂല, എന്താണ് ഇവൻ പറയാൻ വേണ്ടി പോകുന്നത്. ഒരു ബാഡ് ഇംപ്രഷൻ അവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. സമയത്ത് ചെല്ലാൻ പറഞ്ഞ ഒരു 10-15 മിനിറ്റ് ഒക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ആവാം. ട്രാഫിക് ബ്ലോക്ക് ഒക്കെ അത് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ നമ്മൾ അപ്പൊ തന്നെ അവരെ ഇൻഫോം ചെയ്യണം, ഫോൺ വിളിച്ചിട്ട് ഇൻഫോം ചെയ്യണം അവരെ. സാറേ ഞങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇത് ഇന്ന സ്ഥലത്ത് ബ്ലോക്ക് പെട്ടോണ്ടാണ്. അപ്പൊ അത് കുഴപ്പമില്ല, വാ എന്ന് പറയും അവര്. അല്ലാണ്ട് അവരെ മുഷിപ്പിച്ചാൽ അവിടെ ആദ്യം തന്നെ റെഡ് മാർക്ക് വരും, കച്ചവടത്തിൽ നടക്കില്ല. കറക്റ്റ് ടൈം പങ്ക്ച്വാലിറ്റി ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ സ്വാഭാവിക വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമുക്കറിയാത്ത വീടായിരിക്കും അല്ലേ, നമ്മുടെ അസോസിയേറ്റ്സ് ആണ് നമ്മളെ കൊണ്ടുപോകുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാത്ത ആളായിരിക്കും, ഇതുവരെ കാണാത്ത ആളായിരിക്കും ചിലപ്പോ. അപ്പൊ അവിടെ ചെല്ലുമ്പോ നമ്മളെ ഫസ്റ്റ് അപ്പിയറൻസ് ആണ് നമ്മളെ ബിസിനസ്സിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് അപ്പിയറൻസ്, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അല്ലെ. ഒരാളെ കാണുമ്പോൾ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുക. അപ്പൊ ആ രീതിയിലായിരിക്കണം നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള നിലയിൽ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ വളരെ ബഹുമാനത്തോടെ, ആദരവോടുകൂടി, റെസ്പെക്റ്റോട് കൂടിയിട്ട്, മനസ്സിലായ, ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് അകത്തേക്ക് കയറണം. നിങ്ങൾക്ക് 1 ലക്ഷമോ 10 ലക്ഷമോ 20 ലക്ഷമോ 50 ലക്ഷമോ 1 കോടിയൊക്കെ കിട്ടിയ ലീഡർ ആണെങ്കിൽ മസിലൊക്കെ പിടിച്ച് അങ്ങോട്ട് ചെന്നാൽ ഒന്നും നടക്കൂല കേട്ടോ. അപ്പോ അതിനകത്ത് നമ്മളെപ്പോഴും നമ്മളൊരു സൂര്യപ്രഭ നമ്മുടെ മുഖത്തുണ്ടാകണം എന്നുള്ളതാണ്. എന്താ സൂര്യപ്രഭ എന്ന് പറഞ്ഞാല് ഒരു ചിരി അല്ലെ. പുതിയ ആളെ കാണുമ്പോൾ ഒരു സൂര്യപ്രഭ ഉണ്ടാവണം. അല്ലാണ്ട് മസിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ നിൽക്കരുത്. ഒരു സൂര്യപ്രഭ നിങ്ങളുടെ മുഖത്ത് ഇങ്ങനെ തിളങ്ങണം എന്റെ പൊന്ന സുഹൃത്തുക്കൾ, ചിരിച്ചോണ്ട്. ചിരിയിൽ വീഴാത്തവര് ലോകത്ത് ആരുമില്ല എന്നുള്ളതാണ് അല്ലെ. മനുഷ്യന് ദൈവം തന്ന അല്ലെ അപാസ്മരികമായ ഒരു കഴിവാണ് ചിരി എന്ന് പറയുന്നത്. നിങ്ങളുടെ ശത്രുക്കൾ പോലും നിങ്ങളുടെ ചിരിയിൽ വീഴും. നിങ്ങളെ കുത്തിക്കൊല്ലാൻ ഒരാൾ വരികയാണ്, എന്തെങ്കിലും പ്രയാസം, കാശ് കൊടുത്തിട്ട് മേടിച്ചിട്ട് കൊടുക്കണില്ല, വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല, മനസ്സിലായ, കൊടുക്കാൻ പിന്നെ നമ്മൾ ഫോൺ എടുക്കില്ലല്ലോ അല്ലെ. അപ്പൊ ഫോൺ എടുക്കാതിരുന്ന ആളെന്ത് ചെയ്യുക, അന്വേഷിച്ച് വീട്ടിലേക്ക് വരും അല്ലെ. വീട്ടിൽ വരുമ്പോൾ തന്നെ വലിയ ദേഷ്യത്തിലായിരിക്കും വരിക. വരുമ്പോൾ തന്നെ നമ്മൾ നല്ലോണം ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് പോയിട്ട് ഒരു കെട്ടിപ്പിടുത്തം അല്ലെ. എടാ നിന്റെ കാശ് തരട, ഇല്ലാത്തോണ്ടല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, എന്തായാലും എനിക്ക് ഉടനെ കിട്ടാനുണ്ട് കേട്ടാ, അപ്പൊ ഞാൻ ഉടനെ റെഡിയാക്കി തരാം കേട്ടാ എന്ന് പറയുമ്പോ ആ ശത്രുവിന്റെ മനസ്സുണ്ടല്ലോ മഞ്ഞ് കെട്ട പോലെ ഒരുക്കി പോകും എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ഈ ചിരിക്കതാണ് ഇതിന്റെ പ്രത്യേകത എന്നതാണ്. മനസ്സിലായ, ഏത് ശത്രുവിനെയും നമുക്ക് മിത്രമാക്കാൻ നല്ലൊരു ചിരി മതി എന്നുള്ളതാണ്. അപ്പൊ ചിരിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് നല്ലൊരു ചിരിയോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ, നല്ലൊരു സൂര്യ തേജസ്സുള്ള ഒരു മുഖത്തോട് കൂടി വേണം നമ്മൾ അവരെ ഫേസ് ചെയ്യാൻ തന്നെ ആദ്യം തന്നെ. അവിടേക്ക് സെയിൽസ് ക്ലോസിങ് നടക്കണം. അല്ലാണ്ട് നിങ്ങളുടെ ഈ സാധനം ഒന്നും അല്ല ആൾക്കാർ മേടിക്കണത്, മനസ്സിലായ. ഈ ബയോട്ടോറിയത്തിന്റെ പിന്നെ ഷുഗർ മാറും കൊളസ്ട്രോൾ മാറും എന്ന് പറഞ്ഞുകൊണ്ടൊന്നുമല്ല ആൾക്കാർ ഇത് പർച്ചേസ് ചെയ്യുന്നത്. നമ്മളുമായിട്ടുള്ള അറ്റാച്ച്മെന്റും വേ ഓഫ് ടോക്കിങ്ങും റെസ്പെക്റ്റും ചിരിയും ബഹുമാനവും ആദരവും ഒക്കെയാണ് അവരെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ആദ്യം നമ്മൾ സെയിൽ ചെയ്യുന്നത് നമ്മളെ തന്നെയാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആയില്ലേ പോയിന്റ്? അപ്പൊ ചിരിച്ചോണ്ട് പോവാം അല്ലെ. കുട്ടികൾ കാണുന്നില്ല, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ചിരിക്കാൻ പറ്റുമോ? നമുക്ക് ചിരിക്കാൻ പറ്റൂല അല്ലെ. നമുക്ക് ഭയങ്കര ടെൻഷനും പ്രയാസങ്ങളും മാത്രം. ഇപ്പം ബയോട്ടോറിയത്തിൽ വന്നവർക്കൊക്കെ ചിരിയുണ്ട് കേട്ടാ. ഒന്ന് ചിരിച്ചെല്ലാവരും, ആ വീഡിയോ ഓൺ ആക്കിയവരൊക്കെ ഒന്ന് ചിരിച്ചേ. ചിരിക്കാൻ മുഴുവൻ ചുമക്കുകയാണ്. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക. എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ ചിരിക്കുക എന്നുള്ളതാണ് വിജയത്തിലേക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, മനസ്സിലായി. ചിരിച്ചുകൊണ്ട് എന്തിനേയും നമുക്ക് ചിരിച്ചുകൊണ്ട് നേരിടാൻ വേണ്ടി സാധിക്കണം. ചിരി ക്ലബുകളെ കുറിച്ച് കേട്ടിട്ടില്ല നിങ്ങൾ? കേട്ടിട്ടുണ്ടോ? ചിരി എന്ന് പറഞ്ഞൊരു മഹാ ഔഷധമാണ്. 10 പൈസ ചെലവില്ലാത്ത ഒരു ഔഷധമാണ്. 1 രൂപ ചെലവില്ല. ചിരിച്ചുകൊണ്ടേ ഇരിക്കാം. എന്ത് കിട്ടിയാലും ഇങ്ങനെ ചിരിക്കുക. ഭയങ്കര ആഹ്ലാദത്തിലായിരിക്കണം നമ്മൾ എപ്പോഴും. ചെറിയ കാര്യങ്ങൾക്ക് പോലും ചിരി. കുട്ടികൾ കാണുന്നില്ലേ എത്ര തവണ ചിരിക്കല്ലേ. നിങ്ങൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ സംസാരിക്കുന്നതിനേക്കാൾ ഏറ്റവും പവർഫുൾ ആണ് ഒരു ചിരി എന്ന് പറയുന്നത്, മനസ്സിലായ. 2 മണിക്കൂറോ 3 മണിക്കൂറോ സംസാരിക്കുന്നതിനേക്കാൾ പവർഫുൾ ആണ് ചിരി. ചിരിച്ചുകൊണ്ട് ബഹുമാനത്തോടെ സ്നേഹത്തോടു കൂടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യണം. അവിടെ തന്നെ കച്ചവടം നടന്നു കഴിഞ്ഞു, ബിസിനസ് ഓപ്പൺ ആയി അവിടെ. ക്ലിയർ
ക്ലിയർ അല്ലേ പോയിന്റ്? അങ്ങനെ വേണം നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്, ഒരു കസ്റ്റമറെ കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, അകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് ഇരിക്കാൻ പറഞ്ഞതിന് ശേഷം ഇരിക്കാൻ പാടുള്ളൂ. ചില വീടുകളിൽ അവിടുത്തെ രക്ഷിതാക്കൾ ഇരിക്കുന്ന കസേര ഉണ്ടാവും, വലിയ ചാരി കസേരയൊക്കെ ഉണ്ടാവും. അതിനകത്ത് പോയിട്ട് നിങ്ങൾ കയറി ഇരിക്കാൻ വേണ്ടി പാടില്ല. മനസ്സിലായ? അപ്പൊ അധികം അറിയാം അത് ഇവിടെ ഇരുന്നോന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ അവിടെ ഇരിക്കുക. അവർ പറയുന്നിടത്ത് വേണം ഇരിക്കാൻ. കാരണം നമ്മൾ ചെന്നിട്ട് അവിടെ എല്ലാം നല്ല സൗകര്യം നോക്കിയിട്ട് ഏറ്റവും നല്ല കസേരയിൽ നോക്കിയിട്ട് ഏറ്റവും കംഫർട്ടായ സ്ഥലത്ത് നോക്കിയിട്ട് നമ്മൾ ഇരിക്കരുത് പ്ലീസ്. അവർ പറയുന്നത് ഇവിടെ ഇരിക്കുക എന്ന് പറയും. അപ്പൊ അങ്ങനെ ചില വീടുകളിൽ ചെല്ലുമ്പോൾ അവരിയ്ക്കുന്ന അവിടുത്തെ മെയിൻ ആൾ, അച്ഛനൊക്കെ അമ്മയോ ആരെ ഇരിക്കുന്ന വെച്ചാൽ അവർക്ക് മെയിൻ കസേര ഉണ്ടാവും. ചിലപ്പോൾ അതിനകത്ത് ഇരിക്കാൻ വേണ്ടി അവർ നിർബന്ധിക്കും. എന്നാൽ പോലും ഇരിക്കാതിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഞാൻ ഇരിക്കാറില്ല കേട്ടോ, വേണ്ട ഞാൻ അവിടെ സാർ അവിടെ ഇരുന്നു, ഞാൻ ഇവിടെ ഇരുന്നോളാം. ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്, ഇവിടെ ഇരുന്നു എന്ന് പറയും. പക്ഷെ ആ കസേരയും പൊസിഷൻ കണ്ടാൽ അറിയാം നമുക്ക് അദ്ദേഹം ഇരിക്കുന്ന കസേരയാണ്. അപ്പൊ വേണ്ട അവിടെ സാർ ഇരിക്കും, ഞാൻ ഇവിടെ ഇരുന്നോളാം. അപ്പൊ അവിടെ അദ്ദേഹത്തിന് ഒരു ബഹുമാനം കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇരിക്കുന്നത് മുതൽ നമ്മളെ ഓരോ ചലനങ്ങളും നമ്മളെ സെയിൽസിലേക്ക് അടുപ്പിക്കുകയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അവിടെ ഇരുന്നു അല്ലെ, നമുക്ക് ഇരിക്കാനുള്ള സ്ഥലത്ത് ഇരുന്നു. പരമാവധി നമ്മൾ ഫേസ് ടു ഫേസ് കാണുന്ന രീതിയിൽ ഇരിക്കുന്നതാണ് നല്ലത്. ആദ്യം തന്നെ ഇരിക്കുമ്പോൾ ഫേസ് ടു ഫേസ് കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല. എവിടെയാണ് നല്ല കംഫർട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുക. അവിടെ ഇരുന്നിട്ട് ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബാഗ് തുറന്നിട്ട് നമ്മൾ റിസ്റ്റ് ബാൻഡ്, വാട്ടർ എനർജി പാഡ് ഇതെല്ലാം എടുത്തിട്ട് മേശപ്പുറത്തേക്ക് വെക്കരുത്. ക്ലിയർ ആയ പറഞ്ഞത്? ആദ്യം തന്നെ ഇതെല്ലാം സംസാരിക്കേണ്ടത്. ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഒന്ന് നേരെ ഇരിക്കണം. ഇരിക്കുമ്പോൾ പോലും ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ളതാണ് അല്ലെ നമ്മുടെ ശരീര ഭാഷ. ചില ആളുകൾ ഇങ്ങനെ പോയിട്ട് കൈയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കും അല്ലെ, ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി പാടില്ല. പിന്നെയോ കാലിന്റെ മുകളിൽ കാലെടുത്ത് വെച്ചിരിക്കരുത് അവിടെ ചെന്നിട്ട്. ചില ആൾക്കാർ അങ്ങനെയുണ്ട്. ചില ലീഡേഴ്സ് പോയി കഴിഞ്ഞാൽ കാലിന്റെ മുകളിൽ കാലെടുത്ത് വെക്കും. അതിനു മുമ്പായിട്ട് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ചെരുപ്പ് പഴിച്ചു വെക്കുന്ന ഒരു മര്യാദ കാണിക്കണം കേട്ടോ. ചില ആളുകൾ ഈ ഷൂ ഇട്ടിട്ട് തന്നെ വീട്ടിനകത്തേക്ക് കയറാറുണ്ട് അല്ലേ. ചില ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട്. അത് പാടില്ല പ്ലീസ്. ഷൂ ഇട്ടിട്ട് തന്നെ വീട്ടിനകത്തേക്ക് കയറും. ഷൂ അഴിക്കാൻ പറ്റില്ല, അതിന് പിന്നെ ലേസ് കെട്ടണം അല്ലേ. ഇങ്ങനെയൊക്കെ പ്രയാസമുണ്ട്. അതുകൊണ്ട് ലേസുള്ള ഷൂസ് പരമാവധി പോകുമ്പോൾ ഒഴിവാക്കുക. ഇട്ടാനും അഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലേസ് ഇല്ലാത്ത ഷൂ കുറച്ചും കൂടി കംഫർട്ട് ആയിരിക്കും. ഇനി എന്ത് ലേസ് ഉണ്ടെങ്കിൽ വേണ്ടിയില്ല, ഒരു വീട്ടിനകത്ത് ഷൂസ് ഇട്ട് കയറാൻ വേണ്ടി പാടില്ല. ചില ആളുകൾ പറയും നമ്മളോടുള്ള ബഹുമാനങ്ങൾ, ഷൂ ഒന്നും അയക്കണ്ട കേട്ടാ, ഷൂ ഇട്ടിട്ട് കയറിക്കൊള്ളാൻ പറയും. അത് അവരുടെ മര്യാദ, നമ്മുടെ മര്യാദ അതല്ല. ഇത് എന്റെ മര്യാദയെ ഞാൻ പറഞ്ഞു കേട്ടോ. നിങ്ങൾ ഷൂട്ട് കയറുന്നവർ കയറാൻ പാടില്ല എന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുള്ളൂ. ഷൂ വീടിന് പുറത്ത് അഴിച്ചു വെക്കണം. അത് വീട്ടിനകത്തുള്ളതല്ല, അത് വെളിയിൽ സഞ്ചരിക്കാനുള്ളതാണ്. അപ്പൊ ഷൂ പുറത്ത് അഴിച്ച് വളരെ കൃത്യമായിട്ട് ഒരു സൈഡിൽ വെച്ചിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറാൻ വേണ്ടി. ക്ലിയർ അല്ലേ? ഇതൊക്കെ ശ്രദ്ധിക്കും ആളുകൾ. നിങ്ങൾ ഷൂ ഇട്ടിട്ട് നേരെ വീട്ടിനകത്തേക്ക് കയറിയാൽ ചില ആൾക്ക് ഇഷ്ടപ്പെടില്ല. അതിനോട് പരിപാടി തീർന്നു കേട്ടോ. പിന്നെ നിങ്ങൾ എന്ത് വെരിക്കോസും ഷുഗറും ഡമോയും കീമോയും ഇതാ നിതിൻ ഗഡ്കരി ഉപയോഗിക്കുന്നുണ്ട് പറയുന്ന കാര്യമൊന്നുമില്ല. അവരുടെ മനസ്സിനെ മണപ്പെടുത്താൻ പാടില്ല. അവരെ മനസ്സിനെ മണപ്പെടുത്തി പരിപാടി ഇവിടെ തീർന്നേ. പിന്നെ എങ്ങനെ കച്ചവടം കിട്ടാനാ? അപ്പോ നമ്മുടെ ഓരോ നോട്ടവും ഭാവവും പെരുമാറ്റവും ഒക്കെയാണ്, ഇംപ്രഷനാണ് ഫസ്റ്റ് നമ്മളെ സെയിൽസിലേക്ക് എത്തിക്കാന്നുള്ളതാണ്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞ് ഇരിക്കാനുള്ള സ്ഥലം കിട്ടി അവിടെ ഇരുന്നു. ഞാൻ പറഞ്ഞു കൈ ഇങ്ങനെ കെട്ടിയിരിക്കരുത്, ബാക്കിലേക്ക് ഇങ്ങനെ കൈ വെച്ചിരിക്കരുത്, കാലിങ്ങനെ കാലിന്റെ മുകളിൽ എടുത്ത് വെച്ചിരിക്കരുത്. മനസ്സിലായില്ലേ? ഓപ്പൺ പോസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒന്ന് ഇരിക്കരുത്. അധികം വിനയത്തോടെ ഇങ്ങനെ അധികം അദ്ദേഹത്തിന് ഇങ്ങനെ ചാഞ്ഞിങ്ങനെ തൊഴുതിരിക്കരുത്. മനസ്സിലായില്ലേ? ഒരു സ്ട്രെയിറ്റ് ആയിട്ട് നടു നിവർത്തിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് വളരെ ബഹുമാനത്തോടുകൂടി അവിടെ നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും അല്ലെ? അകത്തേക്ക് കയറുമ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും? ചിരിച്ചുകൊണ്ട് കയറുമ്പം തന്നെ നമ്മൾ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും അല്ലെ. സ്വാഭാവികമായിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് നമ്മൾ പരിചയപ്പെടുത്തും, പേര് പറഞ്ഞ് പരിചയം. ഷെയ്ക്ക് ഹാൻഡ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് കയ്യും കൂടിയുള്ള ഒരു കൂടിച്ചേരലല്ല നടക്കുന്നു. ഷെയ്ക്ക് ഹാൻഡിലൂടെ നടക്കുന്നത് എന്താണ്? ഹൃദയവും തമ്മിലുള്ള ഒരു ടച്ചിങ് ആണ് അവിടെ നടക്കുന്നത്. രണ്ട് ഹൃദയങ്ങളാണ് ഷെയ്ക്ക് ഹാൻഡിലൂടെ കൂടിച്ചേരുന്നത് നമ്മൾ മനസ്സിലായ? അപ്പൊ നമുക്ക് അവരുടെ ഹൃദയത്തെ സ്പർശിക്കാൻ വേണ്ടി സാധിക്കണം. കച്ചവടം എന്ന് പറഞ്ഞാൽ ഹൃദയങ്ങൾ തമ്മിലാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ ഹൃദയത്തെ നമ്മൾ സ്പർശിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഷെയ്ക്ക് ഹാൻഡാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ ഈ ഡയറക്ട് സെല്ലിംഗുകാരുടെ ഷെയ്ക്ക് ഹാൻഡ് പിടിച്ച് അമർത്തല് അല്ലെ, പിടിച്ച് ഇത് ഭയങ്കര ഷെയ്ക്ക് ഹാൻഡാണ്. അപ്പോ ഈ രീതിയിലുള്ള ഷെയ്ക്ക് ഹാൻഡ് ഒന്നും പുതിയൊരു കസ്റ്റമർക്ക് ചെന്ന് കൊടുക്കരുത് കേട്ടോ. നമ്മുടെ സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരേ ഷെയ്ക്ക് ഹാൻഡ് സ്ട്രോങ് ആയിരിക്കണം. ഈ ഷെയ്ക്ക് ഹാൻഡ് സ്ട്രോങ് അനുസരിച്ചിട്ടാണ് നിങ്ങളെ പവർഫുൾ ആവുന്നതൊക്കെ നമുക്ക് പറഞ്ഞ് പഠിപ്പിക്കാം. കാരണം ആദ്യം ചെയ്യുന്ന ഒരു കസ്റ്റമർ അദ്ദേഹം ഇൻഡസ്ട്രിയിൽ ഇല്ലാത്ത ഒരാളാണെങ്കിൽ
പിടിച്ച് അമർത്തി കഴിഞ്ഞാൽ കച്ചവടം അവിടെ തീർന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഇതിന്റെ ലീഡറൊക്കെ ആയിരിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ട്രോങ് ആയിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചെയ്യരുത്, ഒരു ന്യായമായ രീതിയിലുള്ള ഷെയ്ക്ക് ഹാൻഡ്. അവിടെ നിന്നൊക്കെയാണ് ഇത് ബിസിനസ് ഓപ്പൺ ആവുന്നത്. നിങ്ങൾ നിസ്സാര കാര്യമാണ് ഈ പറയുന്നത്. വലിയ ലീഡറാണ്, അപ്പൊ അദ്ദേഹം പോയിട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ അമർത്തും, അപ്പം പോയി പരിപാടി തീർന്നേ. അപ്പോ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ ഹൃദയങ്ങൾ തമ്മിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ നല്ലൊരു ഫീലിങ്സ് ഉണ്ടാകുന്ന രീതിയിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക. നമ്മളെ മന്ത്രിമാരൊക്കെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ടല്ലേ ഫോട്ടോയിൽ അല്ലേ? ട്രംപിന്റെ അടുത്ത് പോയാലും മോദിയും ട്രംപും കൂടി നിന്നിട്ട് ഷെയ്ക്ക് ഹാൻഡ് ഇങ്ങനെ ഒരു 10 മിനിറ്റ് ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കും അല്ലെ? ടിവിയിലൊക്കെ കാണാം, ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഷെയ്ക്ക് ഹാൻഡ്. അതുപോലെ ഷെയ്ക്ക് ഹാൻഡ് ആവരുത് കേട്ടോ. 5 മിനിറ്റ് 10 മിനിറ്റ് ഒന്നും കുലുക്കണ്ട, ജസ്റ്റ് ഒന്ന് ആ ഹൃദയത്തിലേക്ക് നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ് ആ ഷെയ്ക്ക് ഹാൻഡ് ഉദ്ദേശിക്കുന്നത്. സ്ത്രീകൾക്ക് ഷെയ്ക്ക് ഹാൻഡ് പുരുഷന്മാർക്ക് കൊടുക്കാൻ പാടുണ്ടോ? ചില വീട്ടിൽ സ്ത്രീകളായിരിക്കും ഉണ്ടാകുക അല്ലെ? അപ്പൊ സ്ത്രീകൾക്ക് പരമാവധി ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാണ്ട് നമ്മുടെ ഇന്ത്യൻ സംസ്കാരം ഉണ്ട്. എന്താ ഇന്ത്യൻ സംസ്കാരം അല്ലെ? നമസ്തേ എന്നുണ്ട്, ഇങ്ങനെ കൈ കൊണ്ട് കൈ കൂക്കുക അല്ലെ? ഇതാണ് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത്. കൊറോണ വന്നപ്പോഴൊക്കെ ഇതാണ് എല്ലാവരും ചെയ്തത്. ആരും തൊടൂല അങ്ങടുങ്ങളും അല്ലെ? ടച്ചിങ് ഇല്ലായിരുന്നു ആ സമയം. അപ്പൊ കൈ കൊണ്ട് ഇങ്ങനെ നമസ്കരിക്കുക. ക്ലിയർ അല്ലേ? ഇപ്പൊ ലേഡീസ് ആവുമ്പോൾ നമുക്ക് അറിയാത്ത ലേഡീസ് ആണ് അവര്. നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സഹോദരനും സഹോദരിമാരൊക്കെയാണ്. അവർക്ക് ഇപ്പൊ പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ബിസിനസ്സിലേക്ക് വന്നു നമ്മൾ കുടുംബത്തിലെ അംഗങ്ങളായിട്ട് മാറുകയാണ്. അറിയാത്ത ഒരു ആൾക്ക് നമ്മൾ ചെന്നിട്ട് വേഗം സ്ത്രീകൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കരുത്. അപ്പൊ നമ്മൾ പരമാവധി ഇങ്ങനെ കൈ കൂപ്പിയിട്ട് ഒന്ന് തൊഴുതിട്ട് അങ്ങോട്ട് കയറുക. ക്ലിയർ ക്ലിയർ ദ പോയിന്റ്. ഇനി അഥവാ സ്ത്രീകൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കേണ്ടി വന്നാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൊടുക്കുന്ന ഷെയ്ക്ക് ഹാൻഡ് വ്യത്യാസമുണ്ട്, അറിയാം. സ്ത്രീകൾക്ക് ജസ്റ്റ് അവരുടെ ഇവിടെ മാത്രമേ നമ്മൾ ടച്ച് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇത്രയും ഭാഗത്ത് ഇങ്ങനെ ജസ്റ്റ് ഇവിടെയാണ് നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പാടുള്ളൂ. പുരുഷന്മാർക്ക് മൊത്തത്തിൽ കൈ അമർത്തി അല്ലെ, കൈ മൊത്തത്തിൽ പിടിച്ചിട്ടുള്ള ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക. സ്ത്രീകൾക്കാകുമ്പോൾ ഇങ്ങനെ അറ്റം മാത്രമാണ് നമ്മൾ ടച്ച് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ പല ട്രെയിനിങ്ങിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്നാലും പുതുതായിട്ട് കാണുന്ന ഒരു സ്ത്രീക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കരുത് പ്ലീസ്. അത് നമ്മുടെ കൂടെ വരട്ടെ, ഹൃദയത്തിലേക്ക് നമ്മുടെ മെമ്പർ ഈ അസോസിയേഷനിലേക്ക് വരട്ടെ, നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരട്ടെ, അത് മതി. അതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ആ ടച്ച് ആൻഡ് ഫീലിംഗ് അത് നമ്മൾ ഹൃദയം കൊണ്ടായിരിക്കണം, കൈ കൊണ്ടായിരിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഉടനെ നമ്മൾ വയട്ടോരത്തിലേക്കൊന്നും പോകണ്ട. സാറിന്റെ പേരെന്താണ് അല്ലെ? അറിയാത്ത ആളാണല്ലോ നമ്മൾ പോണത്. സാർ എന്താണ് ചെയ്യുന്നത്, ഇപ്പൊ ജോലിയുണ്ടോ, റിട്ടയർ ആണ്, നമുക്കറിയാം സാർ ഏത് മേഖലയിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പൊ അദ്ദേഹവുമായിട്ട് നമ്മളൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ആദ്യം സംസാരിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് നമ്മൾ പോയ ഉടനെ വയട്ടോറിയും സാഗർ ജോഷിയും ഫയലും ഒന്നും എടുത്ത് വെക്കരുത് പ്ലീസ്. ഒരു 5 മിനിറ്റ്സ് അദ്ദേഹമായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇത് നല്ല വീടാണല്ലോ, അടിപൊളിയാണല്ലോ, ഇപ്പൊ പുതുതായിട്ട് പണിതാണ്, അടിപൊളി കേട്ടോ, അടിപൊളി സെറ്റപ്പ് ആയത്, സൂപ്പർ ആയിട്ടുണ്ട്. പൂന്തോട്ടൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ പുറത്ത്. ഓ ഇത് ഞാനല്ല, വൈഫാണ് കേട്ടോ, പൂന്തോട്ടത്തിന്റെ എനിക്ക് പണിയൊന്നും, അത് അവളാണ് ചെയ്യുന്നത്, അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. എന്താ മാഡത്തിന്റെ പേരെന്താണ്? ഫാമിലിയും കൂടെ നമ്മൾ അവിടത്തേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. വൈഫ് ഉണ്ടെങ്കിൽ വൈഫിനെയും കുട്ടികളെയൊക്കെ കൂടെ അവിടെ ഒന്ന് ഇരിക്കാൻ പറയണം. അപ്പൊ എല്ലാവരും കൂടി കേട്ടുകൊണ്ടാകുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ഈ ബിസിനസ് ഓപ്പണിംഗ് അവിടെ നടക്കുള്ളൂ, സെയിൽസ് ഓപ്പണിംഗ് നടക്കുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു നല്ലൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ആദ്യം ഒന്ന് എന്ത് ചെയ്യണം, നമ്മൾ കയ്യിലേക്ക് എടുക്കണം. കയ്യിലേക്ക് എടുക്കാനാണ് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. അടിപൊളി പൂക്കൾ, പൂന്തോട്ടൊക്കെ സൂപ്പർ ആയിട്ടുണ്ടല്ലോ അല്ലേ? ഇത് കൊള്ളാം കേട്ടോ, ഫ്രണ്ടിലത്തെ ഇത് കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്, അടിപൊളി പെയിന്റിംഗ് ഒക്കെ, നല്ല ഒരു സെറ്റപ്പ് ആണല്ലോ ഇത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവര് നമ്മളിലേക്ക് അലിഞ്ഞു ചേരും. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നമ്മൾ അറിയാതെ നമ്മളൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്യണം. നമ്മളെ മൈൻഡിലെ ഈ കച്ചവടക്കം നടക്കുന്നത് ബ്രെയിൻ ടു ബ്രെയിൻ ആണ്, മനസ്സിലായ? നമ്മൾ വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടുമാണ് അവിടെ പോണത്, മനസ്സിലായ? ഭാര്യയോട് പണങ്ങി ദേഷ്യം വന്നിട്ടാണ് നമ്മളൊരു ഡൗൺലൈനിന്റെ കൂടെ അല്ലെ അസോസിയേഷനോട് ബിസിനസ്സിൽ പോവുകയാണെങ്കിൽ നടക്കൂല ഒന്നും. നമ്മളെ ബ്രെയിൻ ആകെ ദേഷ്യം പിടിച്ചില്ലേ, ചുവന്ന് തുടിച്ച് നിൽക്കുന്നുണ്ടാവും. ചുവന്ന ബൾബ് കത്തുക നമ്മളെ ബ്രെയിനിൽ, നമ്മൾ പച്ച ബൾബ് കത്തണം അല്ലെ, ഗ്രീൻ ലൈറ്റ് ഉണ്ടാകണം. അപ്പൊ അദ്ദേഹത്തിന്റെ ബ്രെയിനിൽ നമ്മൾ എന്താക്കി മാറ്റണം? അവിടെ നമ്മൾ ചെല്ലുമ്പോഴേക്കും അവിടെ ലഹള കൂടിയിട്ടിരിക്കുകയാണെന്ന് ഇരിക്കാം, ഭാര്യയും ഭർത്താവും. കച്ചവടം നടക്കുവോ? നടക്കാൻ ഇച്ചിരി പണിയാ, എന്നാലും നമുക്ക് നടത്തിക്കാം കേട്ടാ. അതിനാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ടിപ്സ് ഒക്കെ പറയേണ്ടത്. ഇത് കൊള്ളാം, വണ്ടി അടിപൊളി വണ്ടിയാണല്ലോ അല്ലേ, ഇത് പുതിയ നല്ല അടിപൊളി, ഒരു നോക്കി ഒറ്റ പോറൽ പോലും ഇല്ല, ക്ലീൻ ആക്കി കഴുകി ഡെയിലി വെക്കുന്നുണ്ടല്ലേ, സൂപ്പർ അടിപൊളി. ഇങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും സംസാരിക്കാൻ വേണ്ടിയിട്ട് കേട്ടാ. ഇങ്ങനെ നമ്മൾ ഒരു 2-3 മിനിറ്റ് എടുത്തിട്ട് അത് അവരെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് വേണ്ട രീതിയിലുള്ള ഒരു പ്രോത്സാഹനം അവർക്ക് കൊടുത്ത് അവർക്ക് ഒരു കൊള്ളാം എന്നുള്ള ഒരു റിലേഷൻഷിപ്പ് ആദ്യം ബിൽഡ് ചെയ്തിട്ട് വേണം നമ്മുടെ ബിസിനസ്സിലേക്ക് കിടക്കാൻ വേണ്ടി. അപ്പൊ പറയും, എന്താ നിങ്ങൾ വന്നതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുന്നത് അല്ലേ? പറയാൻ ധൃതിയാക്കുന്നതിന് മുമ്പേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പൊ തന്നെ സെയിൽസ് നടന്നോടാ. ബന്ധങ്ങളാണ്, റിലേഷൻഷിപ്പാണ് നമ്മളെ ബിസിനസ്സിലേക്ക് എത്തിക്കുന്നത്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ബന്ധങ്ങളിലാണ് നമ്മൾ റിലേഷൻഷിപ്പിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ ഈ ബന്ധങ്ങളില്ലാത്ത പുതിയ ആളുടെ അടുത്തേക്ക് പോകുമ്പോൾ അവരുമായിട്ട് നമ്മൾ
പെട്ടെന്ന് തന്നെ റിലേഷൻഷിപ്പ് സ്ഥാപിക്കാൻ വേണ്ടി ഞാനൊക്കെ വിജയിച്ചതിന്റെ കഥയാണ്. എവിടെ ചെന്നാലും നല്ല വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അവരെ ബഹുമാനിച്ചുകൊണ്ട് അല്ലേ വളരെ രീതിയിൽ ഈ രീതിയിൽ ഇടപെട്ട് പരിചയപ്പെട്ട് അവരിൽ ഒരാളായിട്ട് മാറി അവന്റെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ അവന്റെ കുടുംബക്കാരനായിട്ട് നമ്മൾ മാറണം എന്നുള്ളതാണ്. ഒരു 30 മിനിറ്റ് സംസാരിക്കണ്ടു, എല്ലാം കഴിയുമ്പോൾ 30 മിനിറ്റ് കൊണ്ട് പരിപാടി തീരണം. അപ്പോഴേക്ക് ആ കുടുംബത്തിലെ ഒരാളെ പോലെ ആയിട്ട് നമുക്ക് മാറാൻ സാധിക്കണവർ. അപ്പൊ നമ്മളെ കൂടെ അവർ വരും സ്വാഭാവികമായിട്ടും. നമ്മളെ കൂടെ നിന്ന് രക്ഷപ്പെടും എന്നുള്ള ഒരു തോന്നൽ, ഒരു കോൺഫിഡൻസ് അവർക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. നമ്മുടെ വർത്താനത്തിലും നമ്മുടെ നോട്ടത്തിലും നമ്മുടെ ഭാവത്തിലും. ക്ലിയറായ അവിടെയാണ് സെയിൽസ് നടക്കുന്നത്. അല്ലാണ്ട് ഈ പ്രൊഡക്റ്റിന്റെ മഹിമ കൊണ്ടൊന്നും ഒരു സെയിൽസും നടക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ക്ലിയർ അല്ലേ? അപ്പൊ വളരെ റെസ്പെക്ട് കൊടുത്തുകൊണ്ട് സംസാരിക്കുക. വൈഫ് ഉണ്ടെങ്കിൽ വൈഫിനെയും കുട്ടികളെയൊക്കെ ഒന്ന് വിളിച്ചിരുത്ത് അവരും കൂടെ ഒന്ന് കേട്ടോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ സംസാരിക്കാൻ വേണ്ടി. അപ്പൊ ഇങ്ങനെ സംസാരിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ അവർക്ക് പല പല ഒബ്ജക്ഷൻസ് ഉണ്ടാവും. ഇത് ഞാൻ നേരത്തെ കുറെ കമ്പനിയുടെ സാധനങ്ങൾ മേടിച്ചാണ്, അതിനൊന്നും യാതൊരു റിസൾട്ട് ഉണ്ടായിരുന്നില്ല. നമ്മൾ ആദ്യം പ്ലാൻ ഒന്നും പറയുന്നില്ല, വെറും പ്രൊഡക്റ്റ് മാത്രമല്ലേ പറയുള്ളൂ അല്ലെ. ഇത് വലിയ എന്താണ് ഇതിന്റെ സയൻസ്? എന്നാ പിന്നെ ഇവിടെ ആശുപത്രികൾ വേണോ, ഡോക്ടർമാർ വേണോ, ഇതെന്ത് പ്രൂവ് ചെയ്തിട്ടുണ്ടോ ഇത് എന്നൊക്കെ കുറെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ വളരെ ക്ഷമയോട് വേണം ഉത്തരം പറയാൻ വേണ്ടി. മനസ്സിലായി? ഇതെല്ലാം കുറെ തട്ടിപ്പ് പരിപാടികളിൽ ഇത് പണ്ട് മറ്റേ കമ്പനി ഉണ്ടായിരുന്നല്ലോ, എന്റെ കാശ് അതിനകത്ത് പോയതാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന് വേഗം വേഗം ഉത്തരങ്ങൾ കൊടുക്കരുത്. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ചിരിച്ചുകൊണ്ട് കേൾക്കണം. പറയേ സാറ് പറഞ്ഞോ, കറക്റ്റാണ്, സാറ് പറഞ്ഞ കറക്റ്റാണ്, എത്ര കമ്പനികൾ വന്ന് കൂട്ടിപ്പോയിട്ടുണ്ട് സാറേ, സാറ് പറഞ്ഞ 100% ശരിയാണ്. എന്നാലും നമ്മൾ ഇത് ഇങ്ങനത്തെ കമ്പനി ഒന്നല്ല, ഇത് പൂട്ടൂല, ഇത് സാഗർ ജോഷിയാണ്, മറ്റതാണ് മറിച്ചതാണ്, ദീപാട്ടോരത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയാം, ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹമായിട്ട് നമ്മൾ മത്സരിക്കാൻ വേണ്ടി പാടില്ല, അടി കൂടാൻ വേണ്ടി പാടില്ല. അദ്ദേഹത്തിന് പറഞ്ഞു കഴിയാനുള്ളതൊക്കെ നമ്മൾ കേട്ട് കറക്റ്റാ. അദ്ദേഹം പറയുമ്പോൾ നമ്മൾ നോഡിങ് എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്. നമ്മൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണെന്ത് തലയാട്ടുക. കറക്റ്റാ, ശരിയാ ശരിയാ ശരി. ഇങ്ങനെ നമ്മൾ തലയാട്ടിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അല്ലാണ്ട് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കരുത്. അദ്ദേഹം എല്ലാം പറഞ്ഞു കഴിയും അല്ലേ? പറഞ്ഞു കഴിയുമ്പോ അദ്ദേഹം തന്നെ പറയും നിങ്ങൾ വന്ന കാര്യം ഒന്ന് പറയും, എന്നാ കേൾക്കട്ടെ. അപ്പൊ മനസ്സിലായിക്കോളാം അദ്ദേഹത്തിന് കേൾക്കാൻ തയ്യാറായി, അദ്ദേഹത്തിന്റെ മനസ്സുകൊണ്ട് കേൾക്കാൻ തയ്യാറായി എന്ന് പറയും. അപ്പൊ ആദ്യം നമ്മളെല്ലാം ഒബേ ചെയ്യണം. ഫസ്റ്റ് ഒബേയാണ്, കേൾക്കാൻ തയ്യാറാകുക. അതിനുശേഷം വേണം നമ്മളെ കാര്യത്തെ കുറിച്ച് പറയാൻ. നമ്മൾ പോയ കാര്യം എന്താണ്? ഇപ്പൊ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തും. പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുമ്പോൾ നമ്മളെ കൊണ്ടുപോയ അസോസിയേറ്റ്സ് ഉണ്ടല്ലോ, ഈ അസോസിയേറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇദ്ദേഹം ഭയങ്കര സംഭവമാണ്, ഇദ്ദേഹത്തിന്റെ പേര് ഇന്നതാണ് അല്ലെ, ഇത് ചേട്ടനെ കാണാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ സാറിനെ കാണാൻ വേണ്ടി മാത്രം ഇന്ന് വന്നതാണ് ഇദ്ദേഹം. ഇദ്ദേഹം ഭയങ്കര തിരക്ക് പിടിച്ച വ്യക്തിയാണ്. ഞാൻ പ്രത്യേക അപ്പോയിന്റ്മെന്റ് എടുത്ത് വന്ന ആളാണ്, കമ്പനിയുടെ ടോപ്പ് അച്ചീവർ ആണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ വലിയ ഗ്രേറ്റ് ലീഡറാണ് ഇദ്ദേഹം. ഇന്ന് തിരുവനന്തപുരത്ത് പോകേണ്ടതാണ്, ഞാനത് പറഞ്ഞ് ക്യാൻസൽ ചെയ്തിട്ടാണ് സാർ ഇന്ന് ഡേറ്റ് തന്നുകൊണ്ട് ഇന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. വളരെ നന്നായിട്ട് നമ്മളെ കൂടെ ബിസിനസ് ചെയ്യുന്ന ഒരു ഗ്രേറ്റ് ലീഡറാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഒന്ന് എന്ത് ചെയ്യണം? എഡിഫൈ ചെയ്ത് സംസാരിക്കണം. അല്ല അവിടെ പോയിരുന്നിട്ട് റസാഖ് സാർ ഒന്ന് പറഞ്ഞേ, സാർ ഒന്ന് പറഞ്ഞു കൊടുത്തേ എന്ന് പറയരുത്. അപ്പൊ നന്നായിട്ട് എഡിഫൈ ചെയ്ത് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇദ്ദേഹം എന്തോ ഇതിനകത്ത് വലിയൊരാളാണ്. അപ്പൊ ആ ഒരു ബഹുമാനത്തോട് കൂടിയിട്ടായിരിക്കും ഈ കസ്റ്റമർ എന്ത് ചെയ്യുക? ഇത് കേൾക്കാൻ തയ്യാറാകുക. അല്ലാണ്ട് വെറുതെ നമ്മളൊരു സുഹൃത്തിനെ പോലെ അവിടെ പറയരുത്. അവിടെ നമ്മൾ റെസ്പെക്ട് കൊടുക്കണം, എഡിഫൈ ചെയ്ത് സംസാരിക്കണം ലീഡർ. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം തുടങ്ങുമ്പോൾ ഈ കൊണ്ടുവന്ന ആളെന്ത് ചെയ്യുന്ന പറയും, നേരെ അടുക്കളയിലേക്ക് പോകും അല്ലേ, അവിടെ ചേച്ചിയോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന ആളാണെങ്കിൽ പുറത്തേക്ക് പോകും, അവിടെ പോയിട്ട് സിഗരറ്റ് വലിക്കും, അല്ലെങ്കിൽ കോള് വരും, അല്ലെങ്കിൽ പുറത്തേക്ക് പോയി ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കും. ഇതൊന്നും പാടില്ല. നമ്മളൊരു കസ്റ്റമറായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര പേര് പോയിട്ടുണ്ടോ ആ പോയ ആൾക്കാർ മുഴുവൻ അവിടെ ഇരിക്കണം. 1 പേരോ 2 പേരോ എത്ര വിളിച്ചാൽ ഫോൺ എടുക്കരുത്. വേറെ ആളുടെ കോൾ ഒന്നും എടുക്കാൻ വേണ്ടി പാടില്ല, സൈലന്റിൽ ഇടണം ഫോൺ. കാരണം നമ്മൾ കാര്യമായി സംസാരിച്ച് എല്ലാം റെഡിയായി അദ്ദേഹം ഓക്കെ ആകുമ്പോഴായിരിക്കും ഒരു കോൾ വരുന്നത്. അപ്പൊ ആ കോൾ എടുത്ത് നമ്മൾ 5 മിനിറ്റ് സംസാരിച്ചാൽ ഇദ്ദേഹത്തിന് ആകെപ്പാട് അത് മൂഡ് ഓഫ് ആവും, അത് ഡിസ്കണ്ടിന്യൂ ആവും. മനസ്സിലായ? അതുകൊണ്ട് നമ്മൾ കൺസെപ്റ്റ് കൊടുക്കുമ്പോൾ ഫോൺ എടുക്കരുത്, ആര് വിളിച്ചാലും എടുക്കരുത്. അർജന്റ് കോളാണെന്ന് ഇരിക്കാം, പലതവണ വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫോൺ എടുത്തിട്ട് പറയാം ഞാനൊരു പ്രോഗ്രാമിലാണ്, ഉടനെ തിരിച്ചു വിളിക്കാം, എന്നിട്ട് അവിടെ വെക്കണം. ഫോൺ എടുത്താൽ നമ്മുടെ റാപ്പോ കംപ്ലീറ്റ് പോകും. അത് വളരെ ശ്രദ്ധിക്കണം. അപ്പൊ ഈ പോയ ഓരോരുത്തരും ഏത് ലീഡറാണോ നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അപ്പോ മറ്റുള്ളവരെല്ലാം വളരെ ജിജ്ഞാസയോട് കൂടിയിട്ട് ഇത് ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ വളരെ ഗൗരവത്തോടുകൂടി കേട്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പോഴാണ് എല്ലാവരും കൂടെ അത് കേൾക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് കൊണ്ടുപോയ ആൾ അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക, പത്രം വായിച്ചുകൊണ്ടിരിക്കുക, അവിടെ വല്ല മാഗസിൻ ഉണ്ടെങ്കിൽ അതെടുത്ത് വായിച്ചുകൊണ്ടിരിക്കുക, ഇത് പാടില്ല.
ചില ആൾക്കാരെ കാണാം നിങ്ങൾ അല്ലെ, നീ പറഞ്ഞോ എന്ന് പറയും. നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കച്ചവടം നടക്കില്ല, ഉറപ്പ് ഞാൻ പറയാം. അപ്പൊ ഇത് ഇനി നമ്മൾ കൺസെപ്റ്റിലേക്ക് വന്ന് പറയുമ്പോൾ കൺസെപ്റ്റ് എപ്പോഴും വളരെ ചുരുക്കിയ രീതിയിൽ പറയാം. നമ്മുടെ അറിവുകൾ വിളമ്പാനുള്ളതല്ല ഈ വേദി എന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് അപാരമായ അറിവുണ്ടാവും, പക്ഷെ വളരെ ബ്രീഫായിട്ട് അദ്ദേഹത്തിന് സമയം ഉണ്ടാവില്ല. ഒരു 10-20 മിനിറ്റ് നമുക്ക് തരുന്നത്. ആ 20 മിനിറ്റിനുള്ളിൽ നമ്മളെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് അതിന്റെ ആധികാരികതയെ കുറിച്ചും അതിന്റെ സയൻസിനെ കുറിച്ചും പ്രൊഫൈലിനെ കുറിച്ചൊക്കെ വളരെ സിമ്പിളായ വാക്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതെല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് കൂടുതൽ നീട്ടി പറയുന്നതിലല്ല കാര്യം, കുറച്ച് പറയുന്നതിലാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് മോഡേൺ ടെക്നോളജി സയൻസിനെ കുറിച്ച് പറയാം. നിങ്ങൾ ഒരു ആൾട്ടർനേറ്റീവ് തെറാപ്പിയുടെ ഭാഗമായിട്ട് ലോകം അംഗീകരിച്ച ഏകദേശം 3000 വർഷം അധികം പാരമ്പര്യമുള്ള മാഗ്നറ്റോ തെറാപ്പിയുമായിട്ട് ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി അല്ലെ, 3000 വർഷം പാരമ്പര്യമുണ്ട്. ലോകത്തിൽ ഇന്ന് 220-ൽ പരം ചികിത്സാ രീതികളുണ്ട്. അതിലൊരു ആൾട്ടർനേറ്റീവ് തെറാപ്പിയാണ് മാഗ്നറ്റോ തെറാപ്പി. ജപ്പാൻ, കൊറിയ, ഹോങ്കോങ്, ചൈന, US മുതലായ നിരവധി, ഈജിപ്ത് പോലുള്ള നിരവധി രാജ്യങ്ങളിൽ എത്രയോ വർഷം പാരമ്പര്യമുള്ള ഒരു തെറാപ്പിയാണ് മാഗ്നറ്റോ തെറാപ്പി. ഇതിനെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നമ്മുടെ ആയുഷ് മിനിസ്ട്രി അംഗീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പ്രൊഡക്റ്റിനും കമ്പനിക്കും എല്ലാം തന്നെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. എക്സലന്റ് കമ്പനി ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നിരവധി അവാർഡുകൾ വാരി കൂട്ടിയ വേൾഡിലെ നമ്പർ 1 കമ്പനിയുടെ ഉൽപ്പന്നമാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. കഴിഞ്ഞു, അത് കഴിഞ്ഞു കേട്ടോ. ഇനി ഓരോ ഉൽപ്പന്നങ്ങൾ എടുത്ത് പറയാം. അപ്പൊ നമ്മൾ പറയുന്നതെല്ലാം പോയിന്റ്സ് ഉണ്ടാകണം. ഓരോ ഉൽപ്പന്നങ്ങൾ എടുത്ത് പറയാം. അതിനെക്കുറിച്ച് വെച്ച് സമയമില്ല, അതെല്ലാം നിങ്ങൾക്ക് അറിയാം. ആദ്യം നമ്മളെ റിസ്റ്റ് ബാൻഡ് പരിചയപ്പെടുത്തുക, വാട്ടർ എനർജി പാഡ് പരിചയപ്പെടുത്തുക, മാട്രസ് പാഡ് പരിചയപ്പെടുത്തുക, പില്ലോ പാഡ് പരിചയപ്പെടുത്തുക, അല്ലെ? അതെല്ലാം വളരെ ചുരുങ്ങിയ രീതിയിൽ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കണം. യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മാഗ്നറ്റിക് പ്രൊഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം രോഗം ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്താണ്? 99% ഓഫ് ഡിസീസ് ആൻഡ് ഡിസോർഡറിന്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് ലോ ബ്ലഡ് സർക്കുലേഷൻ ആൻഡ് പുവർ ഓക്സിജൻ ലെവൽസ് ഇൻ സെൽസ്. ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം, മനസ്സിലായ? ഇത് വേൾഡ് ഓർഗനൈസേഷൻ പറഞ്ഞ തിയറിയാണ്. 99% ഓഫ് ഡിസീസ് ആൻഡ് ഡിസോർഡറിന്റെ ബേസിക് റീസൺ ലോ ബ്ലഡ് സർക്കുലേഷൻ ആൻഡ് പുവർ ഓക്സിജൻ ലെവൽസ് ഇൻ സെൽസ്. അല്ലാണ്ട് ഇത് എന്റെ കണ്ടുപിടുത്തമല്ല. അപ്പൊ എന്തുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആവുന്നു എന്ന് പഠിക്കുമ്പോൾ നമുക്ക് 5 എലിമെന്റ്സിനെ കുറിച്ച് നമുക്കറിയാം, അല്ലെ? 5 എലിമെന്റ്സിനെ കുറിച്ച് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകും. വായു, വെള്ളം, ഭക്ഷണം, ആഹാരം, സൂര്യപ്രകാശം, എർത്ത് എനർജി. അപ്പൊ അതിന്റെ എല്ലാം ഡെഫിഷ്യൻസിയാണ്. അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ടി പറ്റുന്ന സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ്. ഇത് ഉപയോഗിച്ചിട്ട് നിരവധി ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, അല്ലെ? നമ്മുടെ ബോഡി പല കാരണങ്ങൾ കൊണ്ട് ടോക്സിൻസ് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ റേഡിയേഷൻ കൊണ്ട് എല്ലാം തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള മാലിന്യങ്ങളെല്ലാം ശരീരത്തിൽ അടിഞ്ഞുകൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ബോഡിയിൽ എന്തുണ്ടാവും? ടോക്സിൻസ് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ഈ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകില്ല. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. ഇത് കയ്യിൽ റാപ്പ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകും. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് റെയർ എർത്ത് മെഡിക്കൽ ഗ്രേഡ് മാഗ്നറ്റ് ആണ്. ഈ പദങ്ങളിലൊക്കെ നിങ്ങൾ പറയണം, മനസ്സിലായ? നിയോഡൈമിയം എന്ന് പറയുന്ന റെയർ എർത്ത് മെഡിക്കൽ ഗ്രേഡ് മാഗ്നറ്റ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. നാസയിലെ സയന്റിസ്റ്റുകൾ സ്പേസിലേക്ക് പോകുമ്പോൾ അവരുടെ ഷൂസിനകത്തും കോട്സിനകത്തൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ നിയോഡൈമിയം മാഗ്നറ്റ് ആണ്. അപ്പൊ മനസ്സിലാവും ഇത് ഭയങ്കര സംഭവമാണ് കേട്ടോ, അല്ലെ? ഇങ്ങനെ നമ്മൾ പറയുന്ന പോയിന്റ് ബൈ പോയിന്റ് കറക്റ്റ് ആയിരിക്കണം. വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം അവർ ക്യാച്ച് ചെയ്യും. അപ്പൊ ഇതിന്റെ സയൻസ് ഇതെങ്ങനെയാണ് ബോഡിയിൽ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം ബ്ലഡിലുള്ള അയൺ കണ്ടന്റുമായിട്ട് ഒരു പുഷ്ഫുൾ ആക്ഷനിലേക്ക് വരികയും നമ്മളെ ബ്ലഡ് സർക്കുലേഷനെ വളരെ സിമ്പിൾ ആയിട്ട് ഇത് പ്രോപ്പർ ആക്കുകയും ചെയ്യും. വിത്തിൻ സെക്കൻഡ്സ് ഇത് ബോഡിയിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള ഡെമോ ഞാൻ അവസാനം കാണിച്ചു തരാം എന്ന് പറയും. അപ്പൊ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും വെള്ളത്തിനെ കുറിച്ചും, വെള്ളത്തിന്റെ തിക്നെസ് കുറയുന്നു, മാഗ്നറ്റൈസ്ഡ് പറഞ്ഞു, അതിലേക്ക് പോയ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രൊഡക്റ്റ് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് വളരെ ബ്രീഫായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ്. പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതെല്ലാം കാണിച്ചു കൊടുക്കുമ്പോൾ ചില ആളുകൾ എടുക്കാൻ നോക്കും, കൊണ്ട് നോക്കട്ടെ എന്ന് പറയും, മനസ്സിലായ? ആ വാട്ടർ പാഡിങ് കൊണ്ടുവന്ന് ഇതെല്ലാം മൾട്ടി പർപ്പസ് ആണെന്ന് പറയാൻ മറക്കരുത്. റിസ്റ്റ് ബാൻഡ് കയ്യിൽ കെട്ടാൻ മാത്രമുള്ളതല്ല, അത് തലയിൽ കെട്ടാം, തൈറോയിഡ് ഉണ്ടെങ്കിൽ തൊണ്ടയ്ക്ക് കെട്ടാം, മൈഗ്രെയിൻ തലയിൽ കെട്ടാം, വേദന എവിടെ ഉണ്ടെങ്കിലും കെട്ടാം, അല്ലെ? ഒരു പെയിൻ കില്ലറാണ്. അങ്ങനെ ഓരോ പ്രൊഡക്റ്റും മൾട്ടി പർപ്പസ് ആണ്. വാട്ടർ എനർജി പാഡ് നമുക്ക് വെരിക്കോസ് പാഡായിട്ട് ഉപയോഗിക്കാം, സീറ്റിൽ ഇരിക്കാൻ ഉപയോഗിക്കാം, നെഞ്ചുവേദനയോ ശ്വാസം മുട്ടലോ അലർജി എന്തുകൊണ്ട് പെട്ടെന്ന് ചെസ്റ്റിന് അത് വെച്ച് കൊടുക്കാം. ഇങ്ങനെ പല എല്ലാം മൾട്ടിപർപ്പസ് ആണ്. പില്ലോ പാഡായാലും ഒക്കെ തന്നെ ഇതെല്ലാം നമ്മൾ വളരെ കൃത്യമായിട്ട് വളരെ ബ്രീഫായിട്ട് ഒരു 10-20 മിനിറ്റ് കൊണ്ട് നമുക്ക് അത്രേ വേണ്ടു ഇതിന് സമയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? റിസൾട്ടുകൾ കാണിച്ചു കൊടുക്കുക. റിസൾട്ടുകളുടെ ഒരു ഫോൾഡർ നിങ്ങളുടെ മൊബൈലിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. ഒരാൾക്ക് കിട്ടിയ റിസൾട്ടുകൾ മൊബൈലിൽ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്.
അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. എന്നിട്ട് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുഴുവൻ കാണിക്കുന്നില്ല, നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാം. അപ്പൊ ഇതിന് പോകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് എന്തെങ്കിലും ഡിസോർഡർ ഉണ്ടോ എന്ന് നമ്മൾ നമ്മുടെ അസോസിയേറ്റ്സിനോട് ചോദിച്ച് മനസ്സിലാക്കുക. ചില ആൾക്ക് BP ഉണ്ടാകാം, ചില ആൾക്ക് പൈൽസ് ഉണ്ടാകാം, ചില ആൾക്ക് വെരിക്കോസ് ഉണ്ടാകാം, അല്ലെ? ഇത് നമ്മൾ നേരത്തെ ചോദിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയാം, വെരിക്കോസിനൊക്കെ അടിപൊളി റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പൈൽസിന് കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ന ആൾക്ക് നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അവിടെ ഭയങ്കര റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എത്രയോ വർഷങ്ങളായുള്ള പൈൽസ് ഇപ്പം നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ അതിന്റെ ഇടയിൽ സൂചിപ്പിക്കണം. സാറിന് പൈൽസ് ഉണ്ടാ, വെരിക്കോസ് ഉണ്ടാ, ഇങ്ങനെ ചോദിക്കരുത്. മനസ്സിലായ? അത് ചോദിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. ഇന്നാൾക്ക് പൈൽസിന് ഇന്ന സ്ഥലത്ത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, അടിപൊളി റിസൾട്ട്. അദ്ദേഹത്തിന് പൈൽസ് ഉണ്ട് നമുക്കറിയാം, കാരണം നേരത്തെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ കൊണ്ടുപോയ സുഹൃത്ത്, അല്ലെ? അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ അതിലേക്ക് കൂടി ഒന്ന് ഫോക്കസ് ചെയ്ത് അറിയാതെ അങ്ങ് ടച്ച് ചെയ്ത് പോവാ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും, ഭാര്യയുടെ മുഖത്തേക്ക് നോക്കും. മനസ്സിലായ? ഇപ്പം ഭാര്യക്കാണ് തൈറോയിഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റേ വെരിക്കോസ് ഉണ്ടെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കും. അവിടുത്തെ അവന്റെ ചേച്ചിക്ക് തൈറോയിഡിന് അടിപൊളി റിസൾട്ട് കിട്ടി, ഇപ്പൊ മരുന്നൊന്നും കഴിക്കുന്നില്ല, ഭയങ്കര ഹാപ്പിയാണ് അവര് എന്ന് പറയും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ നോക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, അല്ലെ? അപ്പൊ അവരുടെ മുഖത്തെ അതിന്റെ ഫീലിങ്സ് നമുക്ക്, അപ്പൊ എത്ര വിലയാണെന്ന് ചോദിക്കും. വില ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, അത് പോസിറ്റീവ്, അല്ലെ? വൈബ്രേഷൻ ആണ്. എന്തായാലും അവർ വാങ്ങാൻ തയ്യാറായ ആളുകളാണ് വില ചോദിക്കുക എന്നുള്ളതാണ്. വില ചോദിക്കുമ്പോൾ വില പറഞ്ഞു കൊടുക്കുക കൃത്യമായിട്ട്. മനസ്സിലായ? വില പറയുമ്പോൾ എപ്പോഴും കൂടുതൽ പറയുന്നതാണ് നല്ലത്. 19,300 ഇതിന്റെ വില, അല്ലെങ്കിൽ 16,500 ഇതിന്റെ വില. ചെറുന്ന് വലുതിലേക്ക് കൊടുക്കണ്ട, വലുതിന്ന് ചെറുതിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. 19,300 ഇതിന്റെ വില. 19,300 ഞങ്ങൾക്ക് പറ്റൂല, ഞങ്ങൾക്ക് ഇത്രയൊന്നും കാശില്ല എന്നൊക്കെ സ്വാഭാവികം, അല്ലെ? അപ്പൊ പറയാ എന്നാ 10,700 കിട്ടും, 700 കിട്ടുമോ? അപ്പൊ അവരുടെ മൈൻഡ് പെട്ടെന്ന് അപ്പൊ കൊള്ളാം, 10,700 കൊള്ളാമെന്ന് തോന്നുന്നു. നേരെ കുറച്ച് ആദ്യം തന്നെ നിങ്ങൾ 10,700 പറഞ്ഞാൽ അവര് പറയും, ഇത്രയും കാശാ, ഞങ്ങൾക്ക് വേണ്ട കേട്ടോ. ക്ലിയർ ആയ പോയിന്റ്? നേരെ കുറച്ച് 19,300 എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ പറയുന്നു ഇത്രയൊന്നും കാശില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നു എന്നാ 10,700 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അവർ ഓക്കെ പറയും. അപ്പൊ ഓക്കെ പറയും, നിങ്ങൾ കണ്ടോ, എന്റെ അനുഭവം ഞാൻ ഈ പറയണത്. 10,700 അപ്പൊ ഓക്കെ. പക്ഷെ ഒരു കാര്യമുണ്ട്, 10,700 ആണെങ്കിൽ സിംഗിൾ പാക്കേ കിട്ടുള്ളൂ, ഒരാൾക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. ഇപ്പൊ 10,700 എത്രയായി? 21,400 ആയി, അല്ലെ? പക്ഷെ നിങ്ങൾ രണ്ടാൾക്കും വേണ്ടേ, ഭാര്യക്കും ഭർത്താവിനും വേണ്ട. അത് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഓഫറാണ്, ഇത് ഇപ്പോൾ ഉള്ള ഓഫറാണ്, കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ ഈ ഓഫർ പ്രൈസ്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്ര രൂപ ഡിസ്കൗണ്ട് കിട്ടും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കാശുണ്ടെങ്കിൽ അവർ നേരെ 19,300 എടുക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. ക്ലിയർ അല്ലേ? പോയിന്റ് ക്ലിയർ അല്ലേ? അതുകൊണ്ട് വലുത് പറയാൻ മടിക്കണ്ടായോ. 19,300 പറഞ്ഞാൽ അവർ എടുക്കൂലട്ടാ. നമ്മൾ 10,700 പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ 8,400 ഇനി ആരും മാർക്കറ്റ് ചെയ്യല്ലേ പ്ലീസ്. 8,400 നിർത്താൻ വേണ്ടി പോവാണത്. അത് കൂടുതൽ ഡിസോർഡർ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്രയും റിസൾട്ട് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ വലുത് പറയാം, വലുത് നമ്മൾ ചെറുതിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് വീണ്ടും ചെറുതെന്ന് എന്ത് ചെയ്യുക, അവരെ വലുതിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. ഈ രീതിയിലാണ് നമ്മൾ എപ്പോഴും വില പറയേണ്ടത്. ക്ലിയർ? ഓക്കെ. പിന്നെ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കുക, അവർക്ക് ടച്ച് ചെയ്യാനും പിടിക്കാനും നോക്കാനും, അല്ലെ? അതിന്റെ ഡെമോവും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക. കുപ്പിയിൽ ചുറ്റുന്നത്, വെള്ളം ഒഴിക്കുന്നതും, വെള്ളം നനയരുതെന്ന് പറയുന്ന കാര്യങ്ങളും, വെള്ളം നനയാൻ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അവരെ പറഞ്ഞ് റെഡിയാക്കി കൊടുത്താൽ, ഈ വീഡിയോസും കൂടെ കാണിച്ച്, പിന്നെ ഇത് ഉപയോഗിക്കുന്ന ആളുകൾ, VVIPs ഉപയോഗിക്കുന്ന മന്ത്രിമാരും അവരും ഇവരും സെലിബ്രിറ്റീസും ഒക്കെ ഉപയോഗിക്കുന്ന, നിങ്ങളുടെ നാട്ടിൽ പ്രധാനപ്പെട്ട ആളുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കച്ചവടം കിട്ടൂലേ? എന്ത് പിന്നെ കച്ചവടം കിട്ടാത്തത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പോയടുത്ത് മുഴുവൻ കച്ചവടം കിട്ടുന്നത്, എന്താ കച്ചവടം കിട്ടാത്തത്? ഉറപ്പായിട്ട് കിട്ടും എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ഈ രീതിയിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ഇത് വീടാന്തരം വരാൻ വേണ്ടി പോകുന്ന പ്രൊഡക്റ്റാണ്. ഇപ്പൊ കുഴഞ്ഞു വീണ് മരണം, സ്ട്രോക്ക്, അറ്റാക്ക് നമുക്കറിയാം, അല്ലെ? എത്രയോ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നെല്ലാം ഉള്ള ഒരു പ്രൊട്ടക്ഷനാണിത്. നിരവധി ഡോക്ടേഴ്സ് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ, എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആകം പിന്നെ വാങ്ങിയേ പറ്റുള്ളൂ. അപ്പൊ കാശില്ലെങ്കിലും അവരെന്ത് ചെയ്യും, നിങ്ങൾ നാളെ എടുക്കാം, മറ്റൊന്ന് എടുക്കാന്ന് അവർ പറയും, ഉറപ്പായിട്ടും പറയും, ഒരു സംശയവും വേണ്ട. ഈ രീതിയിൽ വേണം നമ്മൾ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഇതിന് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്ന കൊടുത്ത് പറയും. ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്താൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ അവർ വാങ്ങും. നിങ്ങളുടെ കയ്യിൽ സാധനം ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ ഓർഡർ എടുക്കുക. ഞങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് സാധനമൊന്നുമില്ല, കണി കാണാൻ പോലും ഒരു സാധനമില്ല. 15 ദിവസം 20 ദിവസം കഴിയുമ്പോൾ ബോംബെന്ന് വരിക, അല്ലെ? ഇപ്പൊ നമ്മളെന്ത് ചെയ്യും, നേരെ കമ്പനിയിലേക്ക് ഓർഡർ കൊടുക്കുകയാണ് ചെയ്യുക.
അപ്പൊ ഇപ്പം തന്നെ നമുക്ക് എന്നാ ബുക്ക് ചെയ്യാം എന്ന് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഓക്കെ ആയി ഇല്ലേ? ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ബുക്ക് ചെയ്യാൻ വേണ്ടി പറയും സ്വാഭാവികമായിട്ടും. അപ്പൊ തന്നെ നമ്മൾ ബുക്ക് ചെയ്യിപ്പിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് പൈസ ആര് ചോദിക്കുന്നുള്ളതാണ് അടുത്തൊരു കൺഫ്യൂഷൻ. ഈ കൊണ്ടുപോയ ആള് പറയും നിങ്ങൾ ചോദിക്കും, സാറ് ചോദിക്കുന്നു പറയും. സാറ് പറയും ഞാൻ ചോദിക്കൂല, നിങ്ങൾ ചോദിക്കുക എന്ന് പറയും. മനസ്സിലായ? അതുകൊണ്ട് കൃത്യമായിട്ട് ഇതിന്റെ വില പറഞ്ഞു കഴിഞ്ഞാൽ കാശ് എടുക്കും. ഞാൻ പോയാൽ കാശ് എടുക്കാൻ ഞാൻ തന്നെ പറയാറുണ്ട്. എനിക്കതിന് മടിയൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ 19,300 ഏറ്റവും നല്ല ഓപ്ഷൻ. ഇനി ഇല്ലെങ്കിൽ ഡിസോർഡർ ഒന്നും ഇല്ലെങ്കിൽ 16,500 എടുത്തോ. ഇപ്പൊ ക്യാഷ് ആണോ ഗൂഗിൾ പേ ആണോ എന്നവരോട് ചോദിക്കാം കൃത്യമായിട്ട്. അപ്പൊ അവര് പറയും സാറേ ഇപ്പൊ കാശില്ലല്ലോ സാറേ, ഇതിനിപ്പം എനിക്ക് ശമ്പളം കിട്ടും, 3-ാം തീയതി വന്നു, 2-ാം തീയതി കിട്ടും അല്ലേ? 2-ാം തീയതി ഇനി എത്ര ദിവസം കൊണ്ട് എത്ര? ഇന്ന് 12 ഇനി ഒരു മാസമില്ലേ? എവിടെ നിന്നും ഒന്ന് അറേഞ്ച് ചെയ്യും. നിങ്ങൾ വിചാരിച്ചാൽ 10 രൂപ അല്ലെങ്കിൽ 17,700 19,300 ഒക്കെ സിമ്പിൾ ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ. നാളത്തേക്ക് തന്നെ ഒന്ന് അറേഞ്ച് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ മനസ്സിലാക്കിക്കോളാം കാശ് അവരുടെ അടുത്തുണ്ട് ഇല്ലേ? വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വെച്ച കാശ് ചിലപ്പോൾ കാണും. എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയ ആൾ പറഞ്ഞു അവരുടെ അടുത്ത് 10 പൈസ ഇല്ല സാറേ, എന്തായാലും അവർ വാങ്ങും എന്ന് പറഞ്ഞു. ഞാനിതെല്ലാം കഴിഞ്ഞാകുമ്പോൾ അവരോട് പറഞ്ഞു ക്യാഷ് ആണോ ഗൂഗിൾ പേ ആണോ എന്ന് വെച്ചു. കൊണ്ടുപോയ ആൾ പറഞ്ഞ പൈസയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഈ കാശ് ഇല്ല എന്ന് പറയുമ്പോൾ ഇവരും പറയും സാറേ ഇവര് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് സാറേ, ഇപ്പൊ പൈസ ഇല്ല ഇവരുടെ അടുത്ത്. അത് കറക്റ്റാണ്. ഇത് കൊണ്ടുപോയാൾ പിന്നെ എന്തിനാ കൊണ്ടുപോകണം? കാശൊന്നും ഇല്ലാത്ത ആളത്തേക്ക് നമ്മളെ കൊണ്ടുപോയിട്ട് സമയം കളയേണ്ട വല്ല കാര്യമുണ്ട അല്ലെ? കൊണ്ടുപോയ ആളും അവർക്ക് അനുകൂലമായിട്ടാ പറയാ. അങ്ങനെയല്ല ചെയ്യേണ്ടത്. എങ്ങനെയെങ്കിലും വേഗം വാങ്ങാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കുകയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു അവസാനം ഞാൻ പറഞ്ഞു ഗൂഗിൾ പേ ആണോ ഫോൺ പേ ആണോ അല്ലെങ്കിൽ ക്യാഷ് ആണോ എന്ന് ചോദിച്ചു. അവസാനം അധികം വീട്ടിനകത്ത് പോയിട്ട് കാശ് എടുത്തുകൊണ്ട് തന്നുള്ളതാണ്. മനസ്സിലായ? 500 നോട്ടെടുത്ത് എന്റെ മുമ്പിൽ വെച്ചാൽ ഞാൻ എണ്ണി എടുത്തിട്ട് കാശിങ്ങട് ബാക്കി അങ്ങോട്ട് കൊടുത്ത്. ഞാൻ പറഞ്ഞു നിങ്ങൾ ആധാർ കാർഡ് എടുക്ക്, പാൻ കാർഡ് എടുക്ക്, ബാങ്ക് ഡീറ്റെയിൽസ് എടുക്ക്. ഇതെടുക്കുമ്പോൾ ആളുകൾക്ക് പേടിയാണ് അല്ലെ? 10 പൈസ ബാങ്കിലും ഉണ്ടാവില്ല, വാടകയ്ക്ക് താമസിക്കുന്നതായിരിക്കും. എന്നാൽ ആധാറും പാനും ചോദിച്ച ആളുകൾക്ക് പേടിയാണ് എന്തെങ്കിലും കൊണ്ടുപോകും. അപ്പൊ അവരോട് പറയാ നിങ്ങൾ ആധാറും പാനും ബാങ്ക് ഡീറ്റെയിൽസും തന്നാൽ നിങ്ങൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തൊരു വരുമാനമുണ്ട്. വരുമാനം പറയേണ്ട സ്ഥലത്ത് വരുമാനം തന്നെ അപ്പൊ തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തോളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടും, ഒന്നും വേണ്ട. എന്താ വേണ്ടത്? ഞാനും ഇത് കണക്ക് എന്റെ സുഹൃത്ത് പറഞ്ഞപ്പോൾ ഞാനും ആധാറും പാനും കൊടുത്ത് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എനിക്കിന്നിതാ 3 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഈ വാങ്ങുന്ന പ്രൊഡക്റ്റിന്റെ വില നമുക്ക് 2 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റും. നിങ്ങളും കൂടെ സഹകരിക്കുകയാണെങ്കിൽ വലിയൊരു വരുമാനം ഉണ്ടാക്കാനുള്ള അവസരവും കൂടി ഉണ്ട്. ഇതുകൊണ്ട് വരുമാനത്തെ കുറിച്ചും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ആ സമയത്ത് വരുമാനം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. വരുമാനം പറഞ്ഞു കൊടുത്ത് പ്ലാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. അതിൽ ഡീപ്പിലേക്കൊന്നും പോകേണ്ട സമയം ഉണ്ടാവില്ല. സിമ്പിൾ ആയിട്ട് വരുമാനം പറഞ്ഞു കൊടുത്താൽ അവർക്ക് താല്പര്യം ഉണ്ടാവും. വരുമാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ കൂടുതലും ഇല്ലേ? ഡയറക്ട് സെല്ലിങ്ങിന്റെ മനോഹാരിത എന്ന് പറയുന്നത് ഇൻകം പ്ലാൻ തന്നെയാണ്. ഒരു സംശയം വേണ്ട. ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം തന്നെയാണ്. അതും കൂടി പറയുമ്പോൾ അവർ പെട്ടെന്ന് കാശ് എടുത്ത് ഇങ്ങോട്ട് തരുന്നുള്ളതാണ്. നിങ്ങളെ കാശ് നമുക്ക് 2 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ആക്കാൻ പറ്റും. കുറച്ച് ആളുകളെ പരിചയപ്പെടുത്തിക്കൂടെ? പിന്നെ ഉറപ്പല്ലേ എന്റെ അവിടെയുണ്ട് ഇവിടെയുണ്ട് മറ്റിടത്തുണ്ട് ഇവരുണ്ട് അല്ലേ? എന്നാ സിമ്പിൾ ആണ്. എന്ത് നിങ്ങളുടെ ആ ഇൻകം കിട്ടിയതെന്ന് കാണിച്ചു കൊടുക്കുക. കണ്ട ഞാനിപ്പോ ഇത്ര ദിവസമായിട്ട് വന്നിട്ടുള്ളൂ, അതിന്റെ വരുമാനം കണ്ട. അപ്പൊ അവർ പല വരുമാനത്തിന് വേണ്ടിയിട്ട് ഇല്ലേ ഒരു എന്താ പറയാ ഒരു സൈഡ് ഇൻകത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളായിരിക്കും. അപ്പൊ അതും കൂടി വരുമ്പോ ഇല്ലേ ഇതിലൂടെ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. ഞാൻ ഇതിനകത്ത് ഫുൾ ടൈം ആയി നിൽക്കുകയാണെന്നും 24 മണിക്കൂർ ഞാൻ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുകയാണെന്നും നിങ്ങൾ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഹ്യൂജ് ഇൻകം എനിക്ക് നിങ്ങൾക്ക് വാങ്ങിത്തരാൻ വേണ്ടി സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസും കൂടെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ എന്റെ പൊന്നു സുഹൃത്തുക്കളെ പിന്നെ അവിടെ സെയിൽ നടന്നു എന്ന് ചോദിക്കാനില്ല അല്ലെ? ഓൺ ദ സ്പോട്ടിൽ നമുക്ക് എന്ത് കിടക്കും? അവിടെ സെയിൽ നടക്കുന്നില്ല. അപ്പൊ ഇൻകം പ്ലാനും കൂടെ അവിടെ വിശദീകരിച്ചു കൊടുക്കുക. ക്ലിയർ ആയ പോയിന്റ്? ക്ലിയർ അല്ലേ? എല്ലാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ബ്രീഫ് ആയിട്ട് വിശദീകരിച്ചു കൊടുക്കും. കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. അതിന്റെ മെയിൻ പോയിന്റ്സ് പറഞ്ഞു കൊടുക്കുക. വരുമാനം ഉണ്ടാക്കി തരാം. ഒരു കോൺഫിഡൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അവിടെയാണ് നമുക്ക് സെയിൽസ് ക്ലോസിംഗിലേക്ക് വരുന്നത്. അപ്പൊ തന്നെ അവർ ആധാറും പാനും ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം വാങ്ങി അതിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്ത് റെഡിയാക്കി നിങ്ങൾ വീട്ടിൽ വന്ന ഉടനെ തന്നെ എന്ത് ചെയ്യണം? അവരുടെ ഐഡി ക്രിയേറ്റ് ചെയ്യണം. പൈസ തന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, കാശ് തന്നില്ല നാളെ തരാം മറ്റന്നാളെ തരാം എന്ന് പറഞ്ഞ ആളുടെയും നിങ്ങൾ എന്ത് ചെയ്യണം? ഐഡി ക്രിയേറ്റ് ചെയ്യണം. ഐഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മൊബൈലിലേക്ക് എന്ത് പോകും? ഒരു മെസ്സേജ് ചെല്ലും. അവരോട് വിളിക്കുക, നിങ്ങൾക്ക് മൊബൈലിൽ മെസ്സേജ് വന്നു, വന്നിട്ടുണ്ട് കേട്ടോ, വന്നിട്ടുണ്ട്, നിങ്ങളുടെ ID നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ. ക്ലിയർ? ഇപ്പൊ ക്യാഷ് നാളെ അടക്കണേ, കമ്പനിയിലേക്കെല്ലാം ഞാൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അവർക്ക് പിന്നെ മാറാൻ പറ്റില്ല. രജിസ്റ്റർ ചെയ്തോ? പിന്നെ നമ്പർ വന്നില്ലേ? കറക്റ്റ്. അപ്പോ നാളെ എന്ന് പറഞ്ഞ കാശ് ചിലപ്പോ വൈകുന്നേരം തന്നെ വിളിക്കും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, വൈകുന്നേരം ഇങ്ങോട്ട് വന്നോ, ഞാൻ കാശ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടാ. അല്ലെങ്കിൽ നാളെ രാവിലെ 10 മണിക്ക് വന്നോ, ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് പറയാം.
അപ്പൊ അവരോട് ഞങ്ങൾ കുറെ പേരും കൂടി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഒരുമിച്ചിറങ്ങാം. ഈ ഭാഗത്ത് ഇന്ന ആളുകൾ എന്റെ സുഹൃത്തുക്കളുണ്ട്, അവരുടെ അടുത്തേക്കും കൂടെ ഞാൻ പോവുകയാണ്. അവരും കൂടെ വരുമ്പോൾ നിങ്ങൾക്കും കൂടെ ഗുണപ്രദമാകുന്ന രീതിയിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ചെയ്യാൻ പറ്റുന്നെങ്കിൽ മാത്രമേ പറയാൻ വേണ്ടി പാടുള്ളൂ. അപ്പൊ ഒരുമിച്ച് നമുക്ക് ഇറങ്ങാം എന്ന് പറയുമ്പോൾ വളരെ വേഗത്തിൽ വീണ്ടും കാശ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അവിടെ. മനസ്സിലായ? ഞാൻ ഇന്ന് വർഗീസിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. വർഗീസ് ഇന്ന് നേരത്തെ സൂചിപ്പിച്ചായിരുന്നു താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വർഗീസിന്റെ പേയ്മെന്റ് ഇന്ന് തന്നെ കിട്ടും. അപ്പൊ നിങ്ങളത് കൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു നേട്ടം ഉണ്ടാകും എന്ന് പറഞ്ഞും കൊണ്ട് നമുക്ക് സെയിൽസിലേക്ക് പെട്ടെന്ന് അട്രാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കണം ആളുകളെ. ക്ലിയറായ? ഇങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരുടെ പോക്കറ്റിൽ കിടക്കുന്ന പണം നമ്മുടെ കയ്യിലേക്ക് വാങ്ങേണ്ടത്. അങ്ങനെ വാങ്ങിയ വിരുദ്ധന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെയും അങ്ങനെ പഠിച്ചവരാണ് ആരെങ്കിലും, ഇല്ലേ? അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് നമ്മൾ ഹൃദയത്തിൽ നിന്ന് സംസാരിച്ച് പോകണം. ഫാമിലി ആയിട്ട് സംസാരിക്കണം. അപ്പൊ എന്താണ് അച്ഛൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഭാര്യ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആയോ? അപ്പൊ പോകുമ്പോ നല്ലൊരു ഡ്രസ് കോഡിൽ വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. മനസ്സിലായ? ഈ പാണ്ടംപുള്ളിയുടെ ബനിയനൊക്കെ ഇട്ടിട്ട് പോകരുത്. ഒരു നല്ലൊരു ഷർട്ടും ഇല്ലേ, ഒരു പാന്റും നല്ലതെന്ന് പറഞ്ഞാൽ അലക്കി തേച്ച വസ്ത്രം മതി. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് പുതിയ വസ്ത്രവും നിങ്ങളെ ബ്രാൻഡൊന്നും അവിടെ നോക്കുന്നില്ല. ഒരു അലക്കി തേച്ച വസ്ത്രം ഉപയോഗിച്ച് കയ്യും കാലിന്റെ നഖമൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് താടിയൊക്കെ ഒന്ന് ഷേവ് ചെയ്യുന്നവരാണ് ഷേവ് ചെയ്ത് ഒന്ന് കറക്റ്റ് ആയിട്ട് ടച്ച് ചെയ്ത് അല്ലെ, നല്ല അടിപൊളിയായിട്ട് നല്ല സിമ്പിളനായിട്ട് നല്ല സുന്ദരിയൊക്കെ ആയിട്ട് വേണം അവിടെ പോയി ഇരിക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് കുളിക്കാതെ വിയർത്ത് അല്ലെ വെള്ളം ഒലിച്ചുകൊണ്ട് പോകരുത്. നിങ്ങൾ യാത്രയൊക്കെ ചെയ്ത് ചെറിയ വയർപ്പിന്റെ മണമൊക്കെ വരുന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്പ്രേ ബോട്ടിലൊക്കെ നിങ്ങൾ കയ്യിൽ ഇരിക്കുന്നത് നല്ലതാണ്. ചെറുതായിട്ടൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം ഒരു വീട്ടിലേക്ക് കയറി ചെല്ലാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഡ്രസ്സിങ്ങിൽ വളരെ പ്രാധാന്യമുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാം. അതുകൊണ്ട് ആ രീതിയിൽ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അകത്തേക്ക് ചെല്ലാനും സംസാരിക്കാനും ഈ ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും ഇതിന്റെ ഇൻകം പ്ലാൻ കൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതിന്റെ ഡെപ്തിലേക്ക് അവർക്ക് ചെല്ലാനും ഒക്കെ സാധിക്കും. ഇതിലൂടെ രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുന്നു. ഇതിലൂടെ നമ്മുടെ കമ്പനിയിലൂടെ ഏകദേശം 100-300 കോടീശ്വരന്മാരെ വളരെ ഫാസ്റ്റ് ആയിട്ട് സൃഷ്ടി. ഇതിന് പ്ലാനിലേക്ക് വരുമ്പോൾ പ്ലാൻ കൂടുതൽ ചോദിക്കുകയും പ്ലാനിന് വേണ്ടി താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും, അല്ലെ? അപ്പൊ അവരിലേക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ കൂടുതൽ ഇൻകം പ്ലാൻ നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ചിലർക്ക് പ്രൊഡക്റ്റ് മാത്രം മതി. പിന്നീട് മെല്ലെ അവരെ നമുക്ക് ബിസിനസ്സിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പൊ ഇന്ന ആളുകൾക്ക് വരുമാനം കിട്ടിയിട്ടുണ്ടെന്നും ഇന്ന ആളുകൾക്ക് ഇതിന് അച്ചീവേഴ്സ് ആയിട്ടുണ്ടെന്നും എല്ലാം നമ്മൾ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും സിമ്പിൾ ആയിട്ട് സാധിക്കും. ആ തൃപ്പൂണിത്തുള്ള മനോജനൊന്നും ഒരു കഴിവില്ല. മനസ്സിലായ? അദ്ദേഹത്തിന് ഇത് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പോലത്തെ ആളൊക്കെ ഇൻഡസ്ട്രിയിലേക്ക് വന്നാലുണ്ടല്ലോ അടിപൊളിയാണ്. രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും. എന്നെക്കാൾ നിങ്ങൾക്ക് ബന്ധങ്ങളുണ്ടല്ലോ, എന്നേക്കാൾ കഴിവുണ്ടല്ലോ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുക? ശരിക്കും അങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇറങ്ങുമ്പോൾ പിന്നെ അടുത്ത ലെവലാണ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്തുകൊണ്ട് അവരുടെ ലിസ്റ്റ് മേക്ക് ചെയ്തുകൊണ്ട് ഇല്ലേ ആളുകളിലേക്ക് ഇറങ്ങണം. ഇവരെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ 2 മേടിച്ച് നിങ്ങൾ അപ്രൂവൽ വെച്ച് ഫാമിലി ബോണസ് വാങ്ങിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരിക്കുകയാണ് പലരും. പിന്നെ അടുത്ത ആളെ തേടി പോവാണ്. അതല്ല ചെയ്യേണ്ടത്. പ്രൊഡക്റ്റ് അവർക്ക് കൊടുക്കുമ്പോൾ എല്ലാം ഓക്കെ ആയി. അടുത്ത ദിവസം നമ്മൾ പ്രൊഡക്റ്റ് കൊണ്ട് പോകുമ്പോൾ അവിടെ ഒരു ഹോം മീറ്റിംഗ് വെക്കണം. കിറ്റ് ഓപ്പണിംഗ് സെറിമണി എന്നാണ് അതിനെ പറയാ. കിറ്റ് ഓപ്പണിംഗ് സെറിമണി. ഓക്കെ, പ്രൊഡക്റ്റ് റെഡിയായി, നാളെ കൊണ്ടുവരും. ഓക്കെ, അപ്പൊ പ്രൊഡക്റ്റ് കൊണ്ടുപോകുന്ന സമയത്ത് എന്ത് ചെയ്യണം? അവിടെ ഒരു കിറ്റ് ഓപ്പണിംഗ് സെറിമണി വെക്കണം. അപ്പൊ കിറ്റ് ഓപ്പണിംഗ് സെറിമണിയിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കള്, സുഹൃത്തുക്കള്, പരിചയക്കാരെയൊക്കെ ഒരു 4-5 ഫാമിലീസിനെ വിളിക്കുക. കൂടുതൽ വേണ്ട, 5 ഫാമിലീസിനെ വിളിച്ചിട്ട് നമ്മൾ ഒന്നും കൂടി ഈ കാര്യങ്ങളെ കുറിച്ച് അവർ കേൾക്കുന്ന രീതിയിൽ ഒന്ന് അവതരിപ്പിക്കുക. ചിലപ്പോൾ മക്കൾ ജോലിക്ക് പോയിട്ടുണ്ടാവും, സ്കൂളിൽ പോയിട്ടുണ്ടാവും, അല്ലെ? പഠിക്കുന്ന കുട്ടികളായിരിക്കും, ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആയിരിക്കും. അവരൊക്കെ വന്നിട്ട് പറയും, എന്റെ അച്ഛ അമ്മയെ നിങ്ങളെ പെടുത്തിയാണ് കേട്ടോ, ഇത് തട്ടിപ്പാണ്, ഇതൊന്നും വാങ്ങല്ലേ എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്ന കുട്ടികളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ കുട്ടികളും ബന്ധുക്കളൊക്കെ ഒരു വൈകുന്നേരങ്ങളിൽ അവർക്കും കൂടെ ഒഴിവുള്ള ദിവസം വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ആ ഫാമിലീസിന് 5 ഫാമിലീസിനെ കൂടെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ അവരുടെ ബിസിനസ് അവിടെ തുടങ്ങുകയാണ്. ക്ലിയർ ആയോ? അതാണ് ഹോം മീറ്റിംഗിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിനുശേഷം ബാക്കിയുള്ള ലിസ്റ്റുകൾ തയ്യാറാക്കിക്കൊണ്ട് അവരെ കൂടെ നമ്മൾ ഫസ്റ്റ് ക്രൈറ്റീരിയ വിന്നറാക്കാൻ വേണ്ടി അവരുടെ കൂടെ തന്നെ നിൽക്കണം. അതാണ് ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാന മാർഗം എന്ന് പറയുന്നത്. അവരെ നമ്മൾ കൊണ്ടുവന്നാൽ നമ്മൾ അവർക്ക് ക്രൈറ്റീരിയ വിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ നിന്നിട്ട് അവർക്ക് ഒരു 440 രൂപ വാങ്ങിച്ചു കൊടുത്താലുണ്ടല്ലോ അവരുടെ സന്തോഷം എന്ന് പറയുന്നത് 1 കോടി രൂപ കിട്ടിയതിനേക്കാൾ വലിയ സന്തോഷമാണ് ഉണ്ടാവുക ആദ്യത്തെ 440 രൂപ വരുമ്പോ. എസ്സോർണോ? എസ്സോർണോ? കറക്റ്റ് അല്ലേ? അപ്പൊ എന്റെ ലീഡർ കൊള്ളാം കേട്ടാ, എനിക്ക് ആദ്യത്തെ വരുമാനം കിട്ടി എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവും. ഈ 440 രൂപ കിട്ടാൻ 150 PV മാച്ച് ചെയ്താൽ പോരെ? ഈ 150 PVക്ക് നമ്മുടെ കൂടെ അവരുടെ കൂടെ ജീനിയസിലും ബിന്നറിലും 2 പേരെങ്കിലും മിനിമം ഉണ്ടാവുമല്ലോ, അല്ലെ? സ്വാഭാവികമായിട്ടും അവിടെയും നമ്മൾ ഇതേ പ്രോസസ് തന്നെയാണ് നടത്തുന്നത്. അവരുടെ വീട്ടിൽ നമ്മൾ കിറ്റ് ഓപ്പണിംഗ് സെറിമണി വെക്കുന്നു, അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ പരിചയക്കാരെ കൊണ്ടുവരുന്നു. അവിടെയും അവർക്ക് 2 പേർക്കും 440 രൂപ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഇദ്ദേഹത്തിന് 2 ഫാമിലി ബോണസ് നമുക്ക് അച്ചീവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും, ഇല്ലേ? അവിടെ 440 150 PV വരുമ്പോൾ ആദ്യം ഒരു 50 ചെയ്ത ആളെ 50 PVയുടെ ഒരു ഫാമിലി ബോണസ് കിട്ടും.
പിന്നെ 100 PV ചെയ്ത് അത് രണ്ടും സെപ്പറേറ്റ് ചെയ്യാം. അത് രണ്ടും ഒരുമിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു കുഴപ്പമില്ല. ഇപ്പൊ 2 കട്ട് ഓഫിൽ വെക്കുമ്പോ ഇവിടെ 6820 രൂപ ഒരു 100 PVക്കും, അടുത്ത 50-ന് 3400 സംതിങ് രൂപ അടുത്ത കട്ട് ഓഫിലും കിട്ടും. 2 ഫാമിലി ബോണസും ഒരു ക്രൈറ്റീരിയയും ബിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. അങ്ങനെ എളുപ്പത്തിൽ സാധിക്കുമ്പോഴാണ് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ, ടീമിന്റെ കോൺഫിഡൻസ് ലെവൽ വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കൊണ്ടുവന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആദ്യം ക്രൈറ്റീരിയ വിൻ ചെയ്ത് കൊടുക്കുക. ക്രൈറ്റീരിയ വിൻ ചെയ്ത് കൊടുക്കാൻ 2 പേര് വേണം. ആ 2 പേർക്കും നമ്മൾ ഇതേ ഡ്യൂട്ടി ചെയ്താൽ മതി. ആ 2 പേരെയും നിങ്ങൾ ക്രൈറ്റീരിയ വിൻ ചെയ്ത് കൊടുത്താൽ ആദ്യത്തെ ആൾക്ക് 2 ഫാമിലി ബോണസ് കിട്ടും. മനസ്സിലായ? പിന്നെ നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. കാരണം നിങ്ങൾക്ക് പിന്നെ അവരെ കൊണ്ട് ശല്യമായിരിക്കും. രാവും പകലും വിളിച്ച് അവിടെ പോകണം, ഇവിടെ പോകണം, അങ്ങനെ പോകണം, ഇങ്ങനെ പോകണം എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ നമുക്ക് നല്ല ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് കോൺഫിഡൻസ് കൊടുക്കുക, റിലേഷൻഷിപ്പ്, നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക, അവരുടെ ഭയം മാറ്റി കൊടുക്കുക, ധൈര്യമായിട്ട് ഇറങ്ങിക്കോ, ഞങ്ങൾ കൂടെ ഉണ്ട് അല്ലെ. ആരെ കാണാൻ വേണ്ടി പോകാനും നമ്മൾ തയ്യാറുണ്ട്. ഡോക്ടറെയാണ് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നമ്മളൊരു ഡോക്ടർ ഉണ്ട്. ഡോക്ടറെ കാണാൻ എനിക്ക് പറ്റൂല കേട്ടോ. ഞാൻ മറ്റേ അപ്ലൈനെ വിളിക്കട്ടെ, അതിന്റെ അപ്ലൈനെ വിളിക്കട്ടെ, അയാൾക്ക് സമയമില്ല. ഏത് ഡോക്ടറെ അടുത്ത് നിങ്ങൾക്ക് പോകാം അല്ലെ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഡോക്ടറെ അടുത്ത് പോയിട്ട് സംസാരിക്കാൻ പറ്റില്ലേ? ആർക്കെങ്കിലും പേടിയുണ്ടോ? ഏത് ഡോക്ടർ ആയാലും, ഏത് മന്ത്രി ആയാലും, ഏത് VVIPs ആയാലും നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും. കാരണം നമ്മൾ ആ രീതിയിലാണ് ഇവിടെ ട്രെയിനിങ് കൊടുക്കുന്നത്. ആരെടുത്തും നമ്മൾ ഇത്രേ സയൻസ് പറയാനുള്ളൂ. അപ്പൊ എവിടെ അപ്പോയിന്റ്മെന്റ് എടുത്താലും നിങ്ങൾ അവരുടെ കൂടെ പോകണം. ക്ലിയർ ആയ പോയിന്റ്? അല്ലെ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാറുമ്പോ നിങ്ങൾക്കെന്തോ ഒരു കഴിവ് കേടുണ്ടെന്ന് ആർക്ക് മനസ്സിലാവും? ഈ അസോസിയേറ്റ്സിന് മനസ്സിലാവും. ഏത് ഡോക്ടറെ നമുക്ക് നാളെ പോകാൻ ഒരു കുഴപ്പമില്ല. ക്ലിയർ ആയ? അവിടെ പോയി ഡോക്ടർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. നമ്മളല്ലേ ഇതിന്റെ രാജാക്കന്മാര് അല്ലെ. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഇത് പറഞ്ഞു കൊടുത്താൽ അവിടെ ഡോക്ടർ നമ്മുടെ കൂടെ വരും. നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെയിൽസിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. ഈ രീതിയിൽ നിങ്ങൾ ടീം ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾ എല്ലാവരും കോടീശ്വരനും കോടീശ്വരിയായിട്ട് മാറും. ഒരു സംശയം വേണ്ട. ഫീൽഡിലേക്ക് ഇറങ്ങാൻ ഏറ്റവും മനോഹരമായിട്ട് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് വിജയിക്കാനുള്ള ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് തുടക്കത്തില്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് തനിയെ അവിടുന്ന് ഇവിടുന്നൊക്കെ ടീം ആവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഗ്രോത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, വിജയിക്കണം എന്നുള്ളൊരു ആവേശം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ചില ആളുകൾ കളിയാക്കുമ്പോഴും പുച്ഛിക്കുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും നിരുത്സാഹപ്പെടുത്തുമ്പോഴും ചിലപ്പോ നമുക്ക് കണ്ണീര് വരാം അല്ലെ. നമ്മുടെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും നമ്മളെ കളിയാക്കുക അല്ലെ. അപ്പൊ നമ്മൾ സങ്കടങ്ങൾ വരാം. കണ്ണീരിനോട് പടവെട്ടിയവര് മാത്രമാണ് ഇന്ന് ലോകത്ത് വിജയിച്ചിട്ടുള്ളത്. നമ്മൾ തിരിച്ചറിയണം. അബ്രഹാം ലിങ്കന്റെ ചരിത്രം മുതൽ ഇങ്ങോട്ട് നോക്കിക്കോളൂ. നിങ്ങൾ ഓരോരുത്തർ KR നാരായണന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിക്കോളൂ. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും കാശുണ്ടായിരുന്നില്ല ആ കുട്ടിക്ക് അല്ലേ. ഒരു കീറിയ ട്രൗസറും ഒരു ഷർട്ടും ഇട്ടുകൊണ്ടാണ് ക്ലാസ്സിലേക്ക് പോയിരുന്നത്. തന്റെ അടുത്ത സുഹൃത്തിന്റെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയപ്പോ ആ വലിയ മണിമന്ദിരം കണ്ട ഓലപ്പരയിലാണ് അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അവിടെ ആ പട്ടിക്ക് കൊടുക്കുന്ന ഭക്ഷണം പട്ടിക്കൂട്ടിൽ ഇറച്ചി കൊടുക്കുമ്പോ ആ സങ്കടം വന്നു. ഇവിടുത്തെ ഒരു പട്ടിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു ചിന്തിച്ച ആളാണ് നമ്മുടെ ബഹുമാനായ മലയാളിയായ നമ്മുടെ പ്രിയങ്കരനായ കേരളത്തിന്റെ അഭിമാനമായ പിന്നീട് ഇന്ത്യൻ പ്രസിഡന്റായി രാഷ്ട്രപതിയായി മാറിയ നമ്മുടെ KR നാരായണ സാറിന്റെ ചരിത്രം എന്ന് പറയുന്നത്. കണ്ണുനീരാണ് സുഹൃത്ത്. കണ്ണുനീരിനോട് പടവട്ടണം. അവര് മാത്രമേ സക്സസ് ആയിട്ടുള്ളൂ. ജീവചരിത്രം ലോകം മുഴുവൻ നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളൂ. അതുകൊണ്ട് ആളുകൾ കളിയാക്കുമ്പോഴും പുച്ഛിക്കുമ്പോഴും നമ്മൾ തളർന്ന് പിന്മാറരുത്. അവിടെ നമുക്ക് ആവേശം ഉണ്ടാകണം. വിജയിച്ച് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ആവേശവും ചങ്കുറ്റവും നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ലോകം അംഗീകരിച്ച, ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ച, സംസ്ഥാന ഗവൺമെന്റ് അംഗീകരിച്ച ലീഗലായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. ആരുടെ മുമ്പിലും നെഞ്ചു വിരിച്ച് നമുക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ഇൻഡസ്ട്രിയിലുണ്ട്. യൂണിയനുകളുണ്ട്. നിങ്ങൾക്ക് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പിന്തുണയുമായിട്ട് പാർട്ടിക്കാരുണ്ടാവും, യൂണിയനുകളുണ്ട് ഇല്ലേ. അത്രയും വിശാലമായ ഒരു ഇൻഡസ്ട്രിയിലാണ് നമ്മൾ ഉള്ളതെന്ന് മനസ്സിലാക്കുക. ആളുകളിലേക്ക് ചെല്ലുന്തോറും ആളുകൾ നമ്മളെ നെഗറ്റീവ് പറയുമ്പോൾ നിർത്തിപ്പോകരുത് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ചിലന്തികൾ വല കെട്ടുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇല്ലേ? ചിലന്തികൾ ഇങ്ങനെ വല കെട്ടി വരുമ്പോ നമ്മളെ പോലുള്ള രാക്ഷസന്മാരെന്ത് ചെയ്യും? ഒരു ചൂലെടുത്തിട്ട് അങ്ങ് അടിച്ചങ്ങോട്ട് കളയും ഇല്ലേ. ചിലന്തി അവളോട് പോയി തൂങ്ങിച്ചാകാൻ പോകാറുണ്ടോ? ഇല്ല. ചിലന്തി എന്ത് ചെയ്യും? ചിലന്തി അപ്പുറത്തേക്ക് മാറിയിട്ട് അവിടെ പോയിട്ട് വീണ്ടും വല കെട്ടും ഇല്ലേ. വീണ്ടും നമ്മളെ വൃത്തിയാക്കുമ്പോൾ അപ്പുറത്ത് പോയിട്ട് വല കെട്ടും ഇല്ലേ. അതിങ്ങനെ വല കെട്ടിക്കൊണ്ടേയിരിക്കും. അതുപോലെ ആയിരിക്കണം. ആര് പോയാലും ആര് വന്നാലും നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യസ്ഥാനത്ത് ആവേശത്തോടെ കുതിച്ചവിടെ എത്തുന്നത് വരെ പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ടാവണം നിങ്ങൾക്ക്. അവരെയാണ് വിജയത്തിലേക്ക്, അവിടെയാണ് വിജയം.
ആര് പോയാലും വേണ്ടില്ല, ആര് വന്നാലും വേണ്ടില്ല, നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാകണം. ആ ലക്ഷ്യത്തിലേക്ക് കുതിക്കാനുള്ള ഒരു ആവേശം ഉണ്ടാകണം. നിങ്ങൾ ആ ബിലീഫ് സിസ്റ്റത്തെ പൊട്ടിച്ചെറിയണം. എനിക്ക് സാധിക്കില്ല, അതൊന്നും നടക്കില്ല എന്ന് പറയുന്ന ബിലീഫ് സിസ്റ്റം നിങ്ങളിലേക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും അല്ലെ നമ്മുടെ പാരമ്പര്യവും ഒക്കെ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് നടക്കുന്ന കാര്യമല്ല. അതിനെ പൊട്ടിച്ച് ഞാൻ നടക്കുന്ന 100 കോടി രൂപ ഞാൻ ബയോടൂറിയത്തിലുള്ള നേടുമെന്ന് ഇല്ലേ? നിങ്ങൾ എത്ര വിചാരിക്കുന്ന ചേർത്ത് ഞാനിപ്പോ ശതകോടീശ്വരനാകാൻ മാറാൻ വേണ്ടി പോവാ. ഞാൻ ശതകോടീശ്വരനാകുമ്പോൾ ആയിരക്കണക്കിന് കോടീശ്വരന്മാരുണ്ടാവും. ഒരു സംശയം വേണ്ട. എന്റെ പ്ലാനിങ് അത് തന്നെയാണ്. ആര് വന്നാലും ആര് പോയാലും എന്റെ വിഷയമേ അല്ല, ആളുകൾ തനിയെ വന്നോളും. ബിലീഫ് സിസ്റ്റത്തെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് എനിക്ക് നേടാൻ വേണ്ടി സാധിക്കുന്ന ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ മൈൻഡിന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ പ്രവൃത്തികൾ. ഈ പ്രവൃത്തികളാണ് നിങ്ങൾ അച്ചീവേഴ്സ് ആയിട്ട് മാറ്റുക എന്നുള്ള നല്ല ചിന്തകൾ, ബിഗ് തിങ്സ് അല്ലെ, ബിഗ് തോട്ട്സ് നിങ്ങൾക്ക് മനസ്സിലുണ്ടാക്കാൻ വേണ്ടി സാധിക്കണം. വലിയ വലിയ ചിന്തകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ തകർക്കാൻ ആർക്കും സാധിക്കില്ല. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, അഭിമാനത്തോടുകൂടി മുന്നോട്ട് പോവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം എന്നെ ശ്രമിച്ചതിന് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് മിനിമം ഒരു 5 പേരെങ്കിലും ഡെയിലി കാണുക. ഇതിന്റെ വിദ്യാമന്ത്രം സൂത്രമന്ത്രം ഇത്രേ ഉള്ളൂ. 5 പേരെങ്കിലും നമ്മൾ ഡെയിലി കാണുക. സീ മോർ പീപ്പിൾ, സീ മോർ പീപ്പിൾ, സീ മോർ പീപ്പിൾ. ഇത്രയേ ഉള്ളൂ ഇതിന് വിജയിക്കാനുള്ള വഴി. കുറെ ആൾ പോയാലും കുറെ ആൾ വന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? നമ്മൾ അവസാനം നമ്മൾ ഉദ്ദേശിച്ച ആളുകളിലേക്ക് നമ്മൾ ഈ പ്രകൃതി ശക്തി എത്തിക്കും. കൊണ്ട് കൂടുതൽ ആളുകളെ കാണാൻ വേണ്ടി തയ്യാറാകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകളോടെ നിർത്തുകയാണ്. 23-ാം തീയതി നമ്മുടെ രമേശൻ സാറിന്റെ പ്രോഗ്രാം എറണാകുളത്ത് പ്ലാൻ ചെയ്തിട്ട് നമ്മളെ ന്യൂറോ പാത്വേ നമുക്ക് വിജയിക്കുന്നത് നമ്മുടെ മനസ്സാണ് എല്ലാം അല്ലെ. അപ്പൊ ആ മനസ്സിന് ശക്തി പകർന്നുകൊണ്ട് ഏതൊക്കെ രീതിയിൽ നമ്മളെ ചിന്താഗതികളെ എങ്ങനെ മാറ്റിയെടുത്ത് നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് സക്സസിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഫാസ്റ്റ് ആയിട്ട് എത്തണം സക്സസിലേക്ക്. ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ സക്സസിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്ന അദ്ദേഹത്തിന് ഒരു 1 ഡേ ട്രെയിനിങ് പ്രോഗ്രാം 23-ാം തീയതി എറണാകുളം വ്യാഴാഴ്ചയാണെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. വരാൻ താല്പര്യമുള്ളവർ, നിങ്ങൾക്ക് മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇൻഡസ്ട്രിയിൽ എന്താ പറയുക ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്നവർ ഇന്ന് തന്നെ നിങ്ങളുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. വെറും 399 രൂപയേ ഉള്ളൂ. ഒരു ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമാണ്. എല്ലാ ലീഡേഴ്സും അവരുടെ ടീമിനെ പരമാവധി ആ ഹാളിലേക്ക് എത്തിക്കണം. വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഒരു പ്രോഗ്രാമാണ്. 399. ഇന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. അഭിലാഷ് സാറായിട്ട് ബന്ധപ്പെടുക. 1 ഡേ പ്രോഗ്രാമാണ്. ഭക്ഷണം ഉൾപ്പെടെ അവിടെ ഉണ്ടാവും. 1 ഡേ പ്രോഗ്രാമാണ്. അതുകൊണ്ട് എല്ലാവരും അത് ഇന്ന് തന്നെ പ്ലാൻ ചെയ്യുക. അങ്ങനെയുള്ള ട്രെയിനിങ് സെഷനുകൾ, നമ്മൾ വേറെ രീതിയിലേക്ക് മാറ്റുന്ന ട്രെയിനിങ് സെഷനുകൾ നമ്മളെ KBCയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഘടിപ്പിക്കുന്നുണ്ട്. കൊണ്ട് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുക. നിങ്ങൾ എന്ത് ലക്ഷ്യവുമായിട്ടാണോ വന്നത് അത് നേടിത്തരുന്നതിന് വേണ്ടി ഞാനും നമ്മുടെ ടീമും നമ്മുടെ ലീഡേഴ്സും നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ഒരിക്കൽ കൂടി ഉറപ്പ് നൽകിക്കൊണ്ട് കൂടുതൽ ആവേശത്തോടു കൂടിയിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറം ചാർത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിജയാശംസകളോട് നിർത്തട്ടെ. താങ്ക് യു. നിങ്ങൾ കാണുന്നവരെല്ലാം ഈ ബിസിനസ്സിലേക്ക് അസോസിയേറ്റ്സ് ആവും എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി വേണം നിങ്ങൾക്ക് ഈ മീറ്റിംഗ് കഴിയുമ്പോൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവര് വരുന്നില്ല ഇവര് വരുന്നില്ല എന്നല്ല, നിങ്ങൾ ആരെ കണ്ടാലും അവരെ നിങ്ങൾക്ക് ആകർഷിക്കാനും അവരെ കൊണ്ടുവരാനും സാധിക്കുന്ന ഒരു പവർ നിങ്ങളിലേക്ക് സംജാതമായിരിക്കുന്നു എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് ഈ പ്രോഗ്രാം വിട്ടുപോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് യുവട്ടോ. താങ്ക് യു.